അവരും ശ്രദ്ധാപൂർവം കേൾക്കുകയും ഈ വിഷയങ്ങളിലൊക്കെയും നാടുകളിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെയും സംശയം തീർത്ത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി നമുക്ക് ബന്ധപ്പെട്ടവരെ ആഖിറത്തിലേക്ക് പറഞ്ഞയക്കുന്നത് ശരിയായ രൂപത്തിലാകുവാനും നമ്മെ പറഞ്ഞയക്കുമ്പോൾ ശരിയായ രൂപത്തിൽ പറഞ്ഞയക്കാനുമുള്ള വ്യക്തികളെ അല്ലാഹു തആല തയ്യാർ ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞു. അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനി സാധാരണക്കാര് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിർബന്ധമായ കുലിയിൽ ഞാൻ മുമ്പെല്ലാം പറഞ്ഞ മസ്അലകളും കാര്യങ്ങളൊക്കെയും ഇവിടെയും ബാധകമാണെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അഥവാ സ്ത്രീകളാകുമ്പോൾ ശരീരത്തിൽ നിന്ന് കഴുകൽ നിർബന്ധമായ ഭാഗം, സ്ത്രീയും പുരുഷനുമാണെങ്കിൽ ശരീരത്തിൽ നിന്ന് കഴുകൽ നിർബന്ധമായ ഭാഗം, അതെല്ലാം നമ്മൾ കുലി കളിയല്ല എന്ന പ്രത്യേകമായ ക്ലാസ്സിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം അപ്പോൾ ജീവിതകാലത്ത് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയും മയ്യത്തിനെ കുളിപ്പിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. സ്ത്രീയാണെങ്കിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായ കുലിയിൽ അവളുടെ ഗുഹ്യസ്ഥാനത്തിൽ നിന്ന് കഴുകൽ നിർബന്ധമായ ഭാഗം. പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവരുടെ മലദ്വാരത്തിൽ നിന്ന് കഴുകൽ നിർബന്ധമായ ഭാഗം, അതെല്ലാം മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആമുഖമായി ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് കാലോചിതമായി ആ വിഷയങ്ങളൊക്കെയും ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അവൻ ചേലാക്രമം ചെയ്യാത്തവനാണ്. ഇസ്ലാമിലേക്ക് വന്നു 1-2 ദിവസത്തിനു ശേഷം അവൻ ആ ചേലാക്രമം ചെയ്യപ്പെടാത്ത രൂപത്തിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഇന്ന് സർവ്വസാധാരണയായി അമുസ്ലിമീങ്ങളും നമ്മുടെ ഭാഷയിൽ സുന്നത്ത് കല്യാണം അല്ലെങ്കിൽ ചേലാക്രമം അല്ലേ, അതിന്ന് ഹൈന്ദവ സുഹൃത്തുക്കളിൽ നിന്ന് നല്ലൊരു വിഭാഗം അതിന്റെ ശാസ്ത്രീയമായ വശങ്ങളൊക്കെയും മനസ്സിലാക്കി ചെയ്യുന്നുണ്ട്. അതിനു ശാസ്ത്രീയമായ 2 വശങ്ങളുണ്ട് ചേലാക്രമത്തിനാണ്. അഥവാ ഒന്ന്, ആ ചേലാക്രമം ചെയ്യപ്പെടാത്തതാണെങ്കിൽ ആ തൊലിയുടെ ഭാഗത്ത് മൂത്രം തങ്ങി നിന്ന് രോഗങ്ങൾക്കത് കാരണമാകും. അതടിസ്ഥാനത്തിലും ചേലാക്രമം ചെയ്യപ്പെട്ടവൻ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രത്യേകമായ അനുഭൂതിയും ചേലാക്രമം ചെയ്യപ്പെടാത്തവൻ സ്ത്രീകളുമായി ബന്ധപ്പെടുമ്പോൾ സ്ത്രീകൾക്കുണ്ടാവുന്ന അവസ്ഥയും ഒരുപാട് അന്തരമുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കണക്കിലെടുത്ത് ഇന്ന് പല ഹൈന്ദവ സുഹൃത്തുക്കളും വിദ്യാഭ്യാസ സമ്പന്നരായ പല മുസ്ലിമീങ്ങളും ചേലാക്രമം ചെയ്തു വരുന്നുണ്ട്. അപ്പൊ അത് ചെയ്യാത്ത ഒരാള് ഇസ്ലാമിലേക്ക് വന്ന ഉടനെ അവൻ മരിച്ചു. മരിച്ചപ്പോൾ കാരണം നിർബന്ധമായ കുലിയിൽ ശ്രദ്ധിക്കണം, നിർബന്ധമായ കുലിയിൽ ചേലാക്രമം ചെയ്യപ്പെടുമ്പോൾ ഒഴിവാക്കപ്പെടേണ്ട തൊലിയുടെ ഉൾഭാഗത്തേക്ക്, ഉൽഫ എന്നൊക്കെയാണ് നമ്മൾ അറബിയിൽ അതിന് പറയാ, അതിന്റെ ഉൾഭാഗത്തേക്ക് വെള്ളം ചേർക്കൽ നിർബന്ധമാണ്. അപ്പോ മരിച്ച മയ്യത്ത് ചേലാക്രമം ചെയ്യപ്പെടാത്തവനാണ്, അതിന്റെ ഉള്ളിലേക്ക് വെള്ളം ചേർക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥകൾ വരുമ്പോ അവിടെ പ്രത്യേകമായി തയമ്മുമിന്റെ മസ്അല കടന്നു വരുന്നുണ്ട്. അത് നമ്മളൊക്കെയും കാലോചിതമായി മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ കുലിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ആക്സിഡന്റ് മരണങ്ങളിലൊക്കെയും തുഞ്ഞ് കാരണം, ഒറ്റിപ്പ് കാരണം പലപ്പോഴും വെള്ളം ചേരാൻ പറ്റാത്ത അവസ്ഥകൾ വരും. അപ്പൊ നിർബന്ധമായ കുലിയിൽ വെള്ളം ചേർക്കൽ നിർബന്ധമായ ഭാഗത്തേക്ക് വെള്ളം ചേർക്കാൻ സാധ്യമല്ലെങ്കിൽ ജീവിതകാലത്ത് കുലിയിൽ തയമ്മും നിർബന്ധമായതുപോലെ മയ്യത്തിനെ കുലിപ്പിക്കുമ്പോഴും തയമ്മും നിർബന്ധമാകും.
തയമ്മുമിന്റെ രൂപത്തിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. അറിയാത്ത സാധാരണക്കാർ പഠിക്കാൻ തയ്യാറാവണം എന്നു മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി, മയ്യത്തിന് തയമ്മം ചെയ്തു കൊടുക്കുകയാണെങ്കിലും അവന്റെ മുഖത്തും 2 കൈയിലുമാണ് തയമ്മം ചെയ്യേണ്ടത്. അതറിയാത്ത എത്രയോ സാധാരണക്കാരുണ്ട്. കാലുമ്മ മുറിയായി വെള്ളം ചേരാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ കാലുമ്മ മണ്ണ് തേക്കുന്ന വിഭാഗമുണ്ട്. എത്രയോ സാധാരണക്കാരുണ്ട്. അപ്പൊ ഞാൻ തയമ്മം ചെയ്യേണ്ടത് മുഖത്തിലും 2 കൈയിലുമാണ്. അത് മയ്യത്തിനാണെങ്കിലും മുഖത്തിലും 2 കൈയിലുമാണ്. പക്ഷെ അവരെ നാം ശ്രദ്ധിക്കേണ്ടത് ഈ ഒളൂഇന്റെ അവരെ തയമ്മം ചെയ്യുമ്പോ ശ്രദ്ധിക്കണം. അതൊക്കെ ഒരുപാട് മസാലകൾ കടന്നു വരുന്നുണ്ട്. കാരണം മയ്യത്തിന് ഒളുണ്ടാക്കി കൊടുക്കൽ സുന്നത്താണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ മയ്യത്തിന് ഒളുണ്ടാക്കി കൊടുക്കുമ്പോൾ മയ്യത്തിന്റെ ഒളൂഇന്റെ അവയവങ്ങളിൽ വെള്ളം ചേരാൻ പറ്റാത്ത ഭാഗങ്ങളുണ്ട് എന്ന് വെക്കുക. മുറി കാരനോ വെച്ച് കെട്ടിയത് കാരനോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം കാരണോ സംഭവിച്ചു എന്ന് വെക്കുക. അപ്പൊ ആ ഒളു പൂർത്തിയാവാൻ തയമ്മം ചെയ്തു കൊടുക്കേണ്ടി വരും. പിന്നെ കുളിപ്പിക്കുമ്പോ കുലിയുടെ ഭാഗമായി ശരീരം മാസകലം വെള്ളം ചേർന്നിട്ടില്ല എന്ന നിലക്ക് അപ്പോഴും തയമ്മം വേറെ ചെയ്തു കൊടുക്കേണ്ടി വരും. എപ്പോൾ തയമ്മം ചെയ്യുമ്പോഴും എന്താവശ്യത്തിന് തയമ്മം ചെയ്യുമ്പോഴും തയമ്മം ചെയ്യേണ്ടത് മുഖത്തിലും 2 കൈയിലുമാണെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അവിടെ ഒന്നുകൂടി സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ടത്, ഒളൂഇന് വേണ്ടി തയമ്മം ചെയ്യുമ്പോൾ ഏത് അവയവത്തിൽ വെള്ളം ചേരാൻ പറ്റാത്ത കാരണത്തിനാണോ തയമ്മം ചെയ്യുന്നതെങ്കിൽ ആ അവയവം കഴുകേണ്ട സമയത്താണ് തയമ്മം ചെയ്യേണ്ടത്. അത് പല സാധാരണക്കാർക്കും വരുന്നൊരു അബദ്ധമാണത്. കാരണം അപ്പൊ ഉദാഹരണം പറയാ, ഏതെങ്കിലും ഒരു കൈയിൽ വെള്ളം ചേരാൻ പറ്റാത്ത സാഹചര്യം ഒളൂ ചെയ്യുമ്പോൾ ഉണ്ടായപ്പോൾ തയമ്മം ചെയ്യേണ്ടി വന്നാൽ മുഖം കഴുകിക്കഴിഞ്ഞ് തല തടയുന്നതിനു മുമ്പാണ് തയമ്മം ചെയ്യേണ്ടത്. പല സാധാരണക്കാരും കാലും കഴുകിക്കഴിഞ്ഞതിന്റെ ശേഷം തയമ്മം ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവിടെ തർത്തീബ് എന്ന ഫറള് നഷ്ടപ്പെടും. അതുകൊണ്ട് ഒളൂ സഹിയാകുകയില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒളൂഇൽ എന്തു ശ്രദ്ധിക്കണം? ഏത് അവയവത്തിനു വേണ്ടിയാണോ തയമ്മം ചെയ്യുന്നത് ആ അവയവം കഴുകേണ്ട സമയത്തായിരിക്കണം തയമ്മം ചെയ്യേണ്ടത്. അപ്പൊ കയ്യിന് വേണ്ടി തയമ്മം ചെയ്യുമ്പോൾ മുഖം കഴുകി തല തടയുന്നതിനു മുമ്പ് കയ്യിന്റെ തയമ്മം ചെയ്യണം. അത് കൈ കഴുകാൻ പറ്റിയ ഭാഗങ്ങളൊക്കെ കഴുകിയിട്ട് തയമ്മം ചെയ്യാം. അതല്ലെങ്കിൽ തയമ്മം ചെയ്തിട്ട് കയ്യിൽ നിന്ന് കഴുകാൻ പറ്റിയ ഭാഗങ്ങൾ കഴുകാം. നല്ലത് അതാണ്. തയമ്മം ചെയ്തേണ്ട കയ്യിന് വേണ്ടി വെള്ളം ചേരാത്ത സ്ഥലത്തിൽ കയ്യിലുണ്ടെങ്കിൽ തയമ്മം ചെയ്തിട്ട് കഴുകാൻ പറ്റിയ ഭാഗങ്ങളൊക്കെ കഴുകുക. അപ്പൊ എന്താകും? ആ മണ്ണങ്ങട്ട് നീങ്ങിപ്പോവല്ലോ. ഏതായാലും സമയം ആ അവയവം കഴുകേണ്ട സമയത്ത് തന്നെയാവണം. അപ്പൊ കയ്യുമ്മ വെള്ളം ചേരാത്ത ആവശ്യത്തിന് വേണ്ടി തയമ്മം ചെയ്യുമ്പോ കാലും കഴുകി കഴിഞ്ഞ ശേഷം തയമ്മം ചെയ്താൽ ആ ഒളു അവിടെ സഹീഹായിട്ടില്ല എന്ന് സാന്ദർഭികമായി അറിയിക്കുന്നതിനോടൊപ്പം കുലിയിൽ തയമ്മം നിർബന്ധമായാൽ ശരീരം ആസകലം വെള്ളം ചേർക്കണമല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ജീവിതകാലത്താവട്ടെ മയ്യത്താവട്ടെ വെള്ളം ചേരാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു, മുറി കാരണമോ ചേലാക്രമം ചെയ്യപ്പെടാൻ പറ്റാത്ത കാരണമോ പോലത്തെ അവസ്ഥകളെ കൊണ്ട് സംഭവിച്ചാൽ തയമ്മം ചെയ്യണം. അവിടെ തയമ്മം കുലിയുടെ സന്ദർഭത്തിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് വെള്ളം ചേർക്കാൻ പറ്റാത്ത സാഹചര്യം കാരണം തയമ്മം ചെയ്യുമ്പോൾ ആദ്യം തയമ്മം ചെയ്തിട്ട് കുലി തുടങ്ങലാണ് നല്ലത്. കാരണം എന്താ? തയമ്മം ചെയ്യുമ്പോൾ സ്വാഭാവികമായും മുഖത്തിലും കയ്യിലും മണ്ണാവുമല്ലോ. അപ്പൊ നമ്മൾ അതാദ്യം ചെയ്താൽ കുലിക്കലോട് കൂടെ എന്തായിത്തീരും? ഈ മണ്ണൊക്കെ അത് ഒഴിവായി പോകും. അല്ലെങ്കിൽ കുലി എല്ലാം കഴിഞ്ഞതിന്റെ ശേഷമാണ് തയമ്മം ചെയ്തത്, കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമൊന്നുമില്ല. കാരണം ഒളൂഇന്റെ പ്രശ്നം കുലിയിലില്ല. കാരണം ഒളൂഇൽ തർത്തീബ് നിർബന്ധമാണ്, കുലിയിൽ തർത്തീബ് സുന്നത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ കുലിയുടെ അവസാനം തയമ്മം ചെയ്യാം, കുലിയുടെ ആദ്യത്തിലും തയമ്മം ചെയ്യാം. എപ്പോൾ? ശരീരത്തിന്റെ കുലിയിൽ
വെള്ളം ചേർക്കൽ നിർബന്ധമായ ഏതെങ്കിലും ഒരു ഭാഗത്തിലേക്ക് വെള്ളം ചേർക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ എന്ന കാര്യം സാന്ദർഭികമായി ഉണർത്തുകയാണ് എന്നും പറഞ്ഞ് ഇനി കഫൻ ചെയ്യുന്നതിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അവിടെ കുലിയുമായി ബന്ധപ്പെട്ട 1-2 നുറുങ്ങു മസ്അല കൂടി ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അത് മിഞ്ഞാനത്തെ ക്ലാസ്സിൽ പറയാൻ മറന്നുപോയതല്ല, സമയം വൈകിയപ്പോ മൈക്ക വിട്ടതാണ്. അഥവാ കണ്ണ് ചെമ്പിപ്പിക്കുന്ന നേരത്തിലും അതുപോലെ തന്നെ മയ്യത്തിനെ കുളിപ്പിക്കുന്ന കട്ടിലിലേക്ക് മാറ്റിക്കിടത്തുന്ന നേരത്തിലും മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കുന്ന നേരത്തിലൊക്കെയും ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. അപ്പൊ നമ്മൾ കണ്ണ് ചെമ്പിപ്പിക്കുമ്പോ ദിക്ർ ചൊല്ലണമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി വേറൊരു ഭാഗത്തേക്ക് മാറ്റിക്കിടത്തുക. അപ്പൊ മയ്യത്തിനെ അങ്ങനെ താങ്ങിക്കൊണ്ടുപോകുമ്പോ താങ്ങുന്ന നേരത്ത്, അതുപോലെ തന്നെ മയ്യത്തിനെ ചിലപ്പം ഇൻഷാ അല്ലാഹ് ഇനി ചിലപ്പം ഇനി പറയാൻ പോകുന്നുണ്ട്, മയ്യത്ത് കുളിപ്പിച്ച കട്ടിലിൽ വെച്ചു തന്നെ കഫൻ ചെയ്യുന്ന രൂപം. അപ്പൊ മയ്യത്തിനെ അല്പം താങ്ങേണ്ടി വരും. ആ സന്ദർഭത്തിൽ കഫൻ ചെയ്ത് എല്ലാം കഴിഞ്ഞു പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുപോവാൻ വേണ്ടി നമ്മുടെ പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മയ്യത്ത് കട്ടിലിലേക്ക് മയ്യത്തിനെ മാറ്റിക്കടത്തുമ്പോൾ ഈ സന്ദർഭത്തിൽ ഖബറിലേക്ക് മയ്യത്തിനെ ഇറക്കുമ്പോ ആരാണോ ഖബർ ഇറക്കുന്നത് അവരൊക്കെയും ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ദിക്റും തസ്ബീഹുകളൊക്കെയും ചൊല്ലണമെന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നു. വേറെയും പല പ്രത്യേകമായ ദുആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചൊല്ലിയ പ്രത്യേകമായ ദുആകളും ഒക്കെയും ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. അതൊക്കെയും സാധാരണക്കാർക്ക് ചൊല്ലാൻ കിട്ടിക്കോളണമെന്നില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് പറഞ്ഞു തരാം. പക്ഷെ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ ഇത് എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്നത് തന്നെയാണ്. ഇനി അവിടെ ഒന്നുകൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ കെണുപ്പുകൾ മയമാക്കാൻ ആരും മറക്കരുത്. അവിടെയും ഞാൻ ഒരു മസ്അലയിലേക്ക് നിങ്ങൾ സൂചിപ്പിക്കുകയാണ്. മയ്യത്തിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്തിന്റെ കയ്യും കാലും ബലം വെച്ചിരിക്കുകയാണ്. ഇത് കാരണം ശരിയായ രൂപത്തിൽ മയ്യത്തിനെ കഫൻ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം കഫൻ ചെയ്യുന്നതിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മസ്അലകളാണത്. അതായത് ഒരു കാലൊക്കെ ഇങ്ങനെ ഒരു ബലം വെച്ച് നിൽക്കാൻ, കാലിന്റെ മുത്ത് കടിക്കാണ്ട് നീരുന്നില്ല. അങ്ങനെന്താവും ചില മയ്യത്തൊക്കെയും അല്ലെ, കാലിന്റെ ഈ മുത്തിൻകാൽ ഇങ്ങനത്തെ നീർത്താൻ വയ്യാത്ത കാരണം അല്പം ഉയർന്നു നിൽക്കുന്നു. അങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയത്ത് കഫൻ ചെയ്യുമ്പോൾ ഒരു കോലക്കേട് വരും, അല്ലെങ്കിൽ കൈയൊന്നിങ്ങനെ ബലം വെച്ച് നിൽക്കാൻ. അപ്പൊ നോക്കുമ്പോ കൈ നിർത്തി വെക്കാൻ വയ്യാത്തതിന്റെ പേരിൽ കഫൻ ചെയ്യുമ്പോൾ കോലക്കേട്, അതായത് മയ്യത്തിന്റെ ഒരു ആദരവിനോട് എതിരാകുന്ന ചില രൂപങ്ങൾ വരികയാണ് ഈ ബലം വെച്ച കാരണം. അപ്പൊ അവിടെ മയ്യത്തിനെ കഫൻ ചെയ്യുന്ന സന്ദർഭത്തിൽ കെണുപ്പുകൾ ശരിയായി കിട്ടാൻ വേണ്ടി അല്പം എണ്ണ ഉപയോഗിച്ച് കെണുപ്പുകൾ മയമാക്കേണ്ടി വന്നു നിൽക്കുക. എണ്ണക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഒന്നുമില്ലോ. തുരുമ്പ് പിടിച്ച പിരിയിൽ എണ്ണ തേച്ചാൽ, ബലം വെച്ചതിൽ എണ്ണ തേച്ചാൽ പോലോത്തതൊക്കെ എന്ത് ചെയ്യുമെന്ന് അയഞ്ഞു കിട്ടും. അപ്പൊ എണ്ണയുടെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ മയ്യത്തിനെ ശരിയായ രൂപത്തിൽ അതിന്റെ ഒരു ആദരവെല്ലാം നിലനിർത്തി കയ്യും കാലക്കും രതിക്ക് നീർന്ന് കിട്ടുന്ന രൂപത്തിൽ കഫൻ ചെയ്യാൻ എണ്ണ ഉപയോഗിക്കേണ്ടി വന്നാൽ അത് സുന്നത്താണ്. അല്ല, എണ്ണ ഉപയോഗിച്ചാലേ ഈ കെണുപ്പുകൾ ശരിയായി കിട്ടുകയുള്ളൂ എങ്കിൽ എണ്ണ ഉപയോഗിച്ച് അത് കെണുപ്പുകൾ മയമാക്കൽ നിർബന്ധമാണെന്ന് വരെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണുന്നു എന്ന കാര്യം പ്രത്യേകമായി ഉണർത്തുകയാണ്. പിന്നെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഞാൻ ഈ പറയാൻ പോകുന്ന സുന്നത്ത് പലവരും ചെയ്യുന്നില്ല. ശേഷം ദുആ കൊണ്ടുവരൽ സുന്നത്താണ്. മയ്യത്തിന് ഒളുണ്ടാക്കി കൊടുക്കൽ സുന്നത്താണ്. ആ ഒളുഇന്റെ ശേഷമുള്ള ദുആ കൊണ്ടുവരണം എന്ന് നമ്മൾ പറഞ്ഞു. അതൊക്കെ ഇന്ന് കൊണ്ടുവരുന്നവർ വളരെ കുറവാണ്. അതേ രൂപത്തിൽ തന്നെ സാധാരണ ജീവിതകാലത്ത് കുലി കഴിഞ്ഞാൽ എന്ത് സുന്നത്താണ്? ഒളുഇന്റെ ശേഷമുള്ള ദുആ കുലിയുടെ ശേഷവും കൊണ്ടുവരൽ സുന്നത്താ. എത്ര ആള് ദുആ എടുക്കുന്നുണ്ട്?
ദ്വാരക്കുന്നതോടൊക്കെ ഞാനിപ്പോൾ എസ് അടിക്കാൻ പറഞ്ഞാൽ അതൊരു മാനം കെടുത്തലാകുന്ന ഞാൻ വിചാരിക്കുന്നത്. നിർബന്ധമായ കുലിക്കും കഴിഞ്ഞാൽ വുളൂഇന്റെ ശേഷമുള്ള ദുആ കൊണ്ടുവരുന്ന പതിവ് വളരെ ചുരുങ്ങി വരികയാണ്. അത് മയ്യത്ത് കുലിപ്പിക്കുന്നിടത്തും. അപ്പൊ ഞാൻ എന്റെ മയ്യത്ത് കുലിപ്പിക്കാൻ, ശരിയായ രൂപത്തിൽ മയ്യത്ത് കുലിപ്പിക്കാൻ KMICയുടെ ഒരുപാട് ശ്രോതാക്കൾ തയ്യാറായ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു. ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ, ഷർവാനി പോലത്തെ കിതാബുകളൊക്കെയും നോക്കിയാൽ കാണാം, കുലിയുടെ ശേഷവും വുളൂഇന്റെ ശേഷവും ഈ നമ്മുടെ ജീവിതകാലത്ത് കുലിയുടെ ശേഷം കൊണ്ടുവരൽ സുന്നത്തായ ദുആഇനെയും ദിക്റിനെയും മയ്യത്ത് കുലിപ്പിച്ചതിനു ശേഷം കുലിപ്പിക്കുന്നവൻ കൊണ്ടുവരേണ്ടതാകുന്നു. അവിടെ നമ്മൾ അന്ന് വുളൂഇന്റെ അവിടെ നമ്മൾ പറഞ്ഞു. അവിടെ സാധാരണ അല്ലാഹുമ്മ ജ്അൽനീ മിനത്ത് തവ്വാബീന, എന്നെ നീ ആക്കണമേ എന്നുള്ള ഇടത്ത് ഒന്നിരിക്കൽ എന്താക്കാം, അല്ലാഹുമ്മ ജ്അൽനീ വയ്യാഹു മിനത്ത് തവ്വാബീന, എന്നെയും ആ മയ്യത്തിനെയും. അപ്പൊ അവനാർക്കൊരു ദുആ കിട്ടാണ്. ഇങ്ങനെ ആയാലും മതി, അല്ലാഹുമ്മ ജ്അൽഹു മിനത്ത് തവ്വാബീന. എന്തുപോരാ നമ്മൾ സാധാരണ അല്ലാഹുമ്മ ജ്അൽനീ, എന്നെ നീ ആക്കണേ മിനത്ത് തവ്വാബീന. കാരണം ഇത് മയ്യത്തിന് ഒന്നുണ്ടാക്കി കൊടുത്ത് മയ്യത്തിനെ കൊലിപ്പിച്ചതിനു ശേഷമുള്ള ദുആ ആവുമ്പോ മയ്യത്ത് എന്തായാലും ഈ ദുആയിൽ പതണം. അപ്പൊ അല്ലാഹുമ്മ ജ്അൽഹു മിനത്ത് തവ്വാബീന, അല്ലാഹുവേ ഈ മയ്യത്തിനെ നീ തവ്വാബീങ്ങളിൽ പെടുത്തണേ. അല്ലെങ്കിൽ അല്ലാഹുമ്മ ജ്അൽനീ വയ്യാഹു മിനത്ത് തവ്വാബീന, എന്നെയും ഈ മയ്യത്തിനെയും നീ തവ്വാബീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, മുത്തത്വഹിരീങ്ങളിൽ പെടുത്തനെ എന്ന് വരുന്ന രണ്ടാലൊരു വാചകം ഉപയോഗിക്കണം. അതെല്ലാം ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം എന്ന കാര്യം ഉണർത്തുകയാണ്. ഇനി ഇവിടെ കുലിയുമായി ബന്ധപ്പെട്ട മറ്റൊരു മസ്അല ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ആരും ചെയ്യാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ കൂട്ടത്തിൽ ഉണർത്തുകയാണ്. ജീവിതകാലത്തൊരാൾ കുലിച്ചാൽ തോർത്താതിരിക്കൽ സുന്നത്താണ്. ഒലുണ്ടാക്കിയാൽ തോർത്താതിരിക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ കുലിച്ചാൽ തോർത്താതിരിക്കൽ സുന്നത്താണ്. കാരണം കൂടാതെ തോർത്താതിരിക്കുക, തോർത്തുക, അത് കറാഹത്ത. അതെല്ലാം ഖിലാഫുൽ ഔലയാണെന്നും ഖിലാഫുണ്ട്. ഏതോ ഇരിക്കട്ടെ. കാരണം ചിലവർക്ക് തല തോർത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ശരീരം തോർത്തിയില്ലെങ്കിൽ ജലദോഷം, നീരിറക്കം, തലവേദന പോലത്തെ പല രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ അവനിക്ക് തോർത്താം. നേരെ മറിച്ച് കുലി കഴിഞ്ഞാൽ തോർത്താതിരിക്കുക എന്നുള്ളത് സുന്നത്ത. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെ മാത്രമാണ് അത് കണ്ടിട്ടുള്ളത്. സാധുവായി എനിക്ക് വരെ സാധ്യമല്ല. കാരണം തല നനഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തോർത്തണം, അല്ലെങ്കിൽ കൂച്ചടപ്പും ജലദോഷൊക്കെയും വരും. അങ്ങനെ കാരണം എന്തെങ്കിലാവാം. ഞാൻ ഒരു വ്യക്തി എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. കുലി കഴിഞ്ഞാൽ അദ്ദേഹം നേരെ അത് റൂമിലേക്ക് പോകും. അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവാറുണ്ട്, അത് ഉണങ്ങി പോവല. അപ്പൊ അത് സുന്നത്താണ്. ജീവിതകാലത്ത് അവിടെ മയ്യത്തിനെ കൊലിപ്പിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുലിയുമായി ബന്ധപ്പെട്ട ചില നുറുങ്ങു മസാലകൾ അത് പറഞ്ഞാൽ നമുക്ക് മറ്റേതിലേക്കാണ് കിടക്കാം. അപ്പൊ അതുകൊണ്ട് മയ്യത്തിനെ കൊലിപ്പിച്ചാൽ ആ കൊലിപ്പിക്കൽ കഴിഞ്ഞാൽ തോർത്തൽ സുന്നത്താണ്. അതിൽ ഫുഖഹാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഞാനിത് പറയാൻ കാരണം നമ്മൾ അന്നൊരിക്കലും മസ്അല പറഞ്ഞപ്പോ ജീവിതകാലത്ത് കുലിക്കുമ്പോഴാണ് മയ്യത്തിനെ കുലിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഒരാളത് ഇഷ്കാലാക്കി. ജീവിതകാലത്ത് ഉസ്താദെ തോർത്താൻ പറ്റൂലല്ലോ, അപ്പൊ മയ്യത്തിനും തോർത്തണ്ടേ എന്നൊരു ഇഷ്കാലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മസ്അല വ്യക്തമായി പറഞ്ഞത്. ജീവിതകാലത്ത് കുലിക്കുമ്പോൾ, ജീവനുള്ളവൻ കുലിക്കുമ്പോൾ തോർത്തല് കാരണമില്ലെങ്കിൽ കറാഹത്താണെന്നും ഖിലാഫുൽ ഔലയാണെന്നൊക്കെയും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും തോർത്താതിരിക്കൽ സുന്നത്താണ്. വുളൂഇന്റെ മസ്അല അങ്ങനെ തന്നെയാണ്. പക്ഷെ മയ്യത്തിനെ സംബന്ധിച്ച് ആ ഖിലാഫില്ല. എല്ലാരും പറയുന്നത് തോർത്തണം, ശരിയായ രൂപത്തിൽ തോർത്തണം. കഴിവിന്റെ പരമാവധി ശരീരത്തിൽ ഒരു തുള്ളി വെള്ളത്തിന്റെ നനവും ഇല്ല എന്നുറപ്പ് വരുന്ന രൂപത്തില് കഷവും കാര്യങ്ങളൊക്കെയും ശരിയായ രൂപത്തിൽ തോർത്തുകയാണ് വേണ്ടത്. ആ വിഷയത്തിൽ ഈ ജീവിച്ചിരിക്കുന്നവന്റെ കുലിയും മയ്യത്തിന്റെ കുലിയും തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസം ഉള്ളതായി, അഭിപ്രായ വ്യത്യാസമല്ല, ഒരു വ്യത്യാസം ഉള്ളതായി ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. അതുകൊണ്ട് ആ ചോദിച്ച ശ്രോതാവ് കേൾക്കുന്നുണ്ടാവും എന്ന പ്രതീക്ഷയിൽ അവരുടെ ജീവിതകാലത്ത് തോർത്താതിരിക്കലാണ് സുന്നത്ത്. നേരെ മറിച്ച് മയ്യത്തിനെ ഇവരെ തോർത്തലാണ് സുന്നത്ത്. അത് നിർബന്ധം എന്നൊന്നും പറയാൻ കേട്ടോ. മയ്യത്തിനെ തോർത്താതെ ഒരാൾ മറമാതിന്ന് വെക്കുക,
അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മയ്യത്ത് പെട്ടെന്ന് നശിക്കാൻ കാരണമാകും. അതുകൊണ്ട് മയ്യനെ ശരിയായ രൂപത്തിൽ തോർത്തണം എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. പിന്നെ കുലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു ചെറിയത്, ആരാണ് കുലിപ്പിക്കേണ്ടത്, അത് ഇൻഷാ അല്ലാഹ് ഒരു വിശാലമായ ചർച്ചയാണ്. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായതുകൊണ്ട് ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് കുലിപ്പിക്കാൻ പറ്റുമോ, ഭാര്യ മരിച്ചാൽ ഭർത്താവിന് കുലിപ്പിക്കാൻ പറ്റുമോ എന്ന ഒരു ധാരണ പാടില്ല എന്നൊരു ധാരണ പല നാടുകളിലും അനുഭവത്തിൽ നിന്ന് വ്യക്തമായതുകൊണ്ട് ആ ധാരണ തിരുത്തേണ്ടതാവുന്നു. മയ്യത്ത് കുലിപ്പിക്കാൻ ഏറ്റവും നല്ലത് ആണുങ്ങളാണ്. ആണാണ് മരിച്ചതെങ്കിൽ ആണ് കുലിപ്പിക്കുക. ഈ ആണുങ്ങളിൽ നിന്നു തന്നെ ഏറ്റവും നല്ലവര് ഈ മയ്യത്തിന്റെ പേരിൽ ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ ഏറ്റവും ബന്ധമായവർ ആരോ അവരാണ്. അപ്പൊ വാപ്പ, മകൻ മരിച്ചാൽ വാപ്പയാണ് നിസ്കരിക്കാൻ ഏറ്റവും ബന്ധമായവർ. വാപ്പ ഇല്ലെങ്കിൽ വാപ്പാന്റെ വാപ്പ, പിന്നെ മോന്, മോന്റെ മോന്, പിന്നെ സഹോദരൻ, ഉപ്പിയൊത്ത സഹോദരൻ, പിന്നെ ഉപ്പത്തെ സഹോദരൻ, പിന്നെ ഉമ്മത്തെ സഹോദരൻ, പിന്നെ ഉപ്പിയൊത്ത സഹോദരന്റെ മോൻ, അങ്ങനെ പോകും. പക്ഷെ അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ഉപ്പാക്കാണ് മയ്യത്ത് മോന്റെ മയ്യത്തിന് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ ഏറ്റവും അർഹത എന്ന് പറഞ്ഞത് നല്ല ദുആക്ക് ഇജാബത്തുള്ള സയ്യിദന്മാര്, ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ ആ സദസ്സിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് എന്ന കാര്യം ആരും മറന്നു പോവരുത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെയും നടമാടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വിവരമില്ലാത്തവർ തന്നെ ന്യായീകരിച്ചും കൊണ്ടിരിക്കുക, ഒരു ഫാത്തിഹ പോലും ശരിയായ രൂപത്തിൽ ഓതാൻ അറിയാത്ത, ക്ലീൻ ഷേവ് ചെയ്ത് അതുപോലെ തന്നെ തല മറക്കാതെ വാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ മക്കൾക്കാണ് അധികാരം എന്ന് പറഞ്ഞ് വലിയ വലിയ ആലിമീങ്ങളൊക്കെയും മാറ്റി നിർത്തി മുമ്പിലേക്ക് കയറ്റി നിർത്തുന്ന ചില വിഭാഗങ്ങളുണ്ട്. കാരണം അവിടെ വഹാബികളുടെ കയ്യ് വല്ലാതെ കടന്നു കൂടുന്നുണ്ട് എന്ന കാര്യം ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട അങ്ങനത്തെ വ്യക്തികളോട് പറയുന്നു, ഫാത്തിഹ ഓതല് മയ്യത്ത് നിസ്കാരത്തിലുള്ള നിർബന്ധ. ഫാത്തിഹ ശരിയായ രൂപത്തിൽ ഓതാൻ അറിയാത്തവന്റെ പിന്നിൽ ഓതാൻ അറിയുന്നവർക്ക് തുടരാൻ പാടില്ല. തുടർന്നാൽ നിസ്കാരം ബാത്തിലാണ്. അപ്പൊ ഫാത്തിഹ ശരിയായ രൂപത്തിൽ ഓതാൻ അറിയാത്ത ആള് ഏതോ ഒരു ജാഹിലി ഇമാമ് നിന്ന് എത്രയോ ആലിമീങ്ങളും മുത്താലിമീങ്ങളും ശരിയായ രൂപത്തിൽ ഫാത്തിഹ ഓതാൻ അറിയുന്നവർ ഇവരുടെ പിന്നിൽ തുടരുമ്പോ ആ നിസ്കാരം തന്നെ സഹിയാകുന്നില്ല. തന്റെ വാപ്പാക്ക് നിർവഹിക്കൽ നിർബന്ധമായ ഒരു നിസ്കാരം എന്ന ഉത്തരവാദിത്തം നിറവേറ്റാതെയാണ് എന്റെ വാപ്പാനെ ഖബറിലേക്ക് ഞാൻ പറഞ്ഞയക്കുന്നത് എന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട അത്തരം ചിന്താഗതിയുള്ള സാധാരണക്കാർ മറക്കരുത്. അതൊരു വിശാലമായ ചർച്ചയാണ് ഇൻഷാ അല്ലാഹ്. അത് മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പല വീടുകളിലും മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിനു മുമ്പ് സ്ത്രീകളുടെ ഒരു നിസ്കാരം പല നാടുകളിലും നടന്നുവരുന്നു. പല സുന്നത്ത് ജമാഅത്തിന്റെ പേരിലുള്ള തലപ്പാവുധാരികൾ തന്നെ അതിനെ ന്യായീകരിക്കുകയും മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയെ പോലോത്തവർ അതിന് പ്രത്യേകമായ ആവേശം കാണിച്ച് നമ്മുടെ വീടുകളിൽ സ്ത്രീകൾ നടക്കുന്ന മയ്യത്ത് നിസ്കാരം ഇൻഷാ അല്ലാഹ് അതൊക്കെയും മയ്യത്ത് നിസ്കാരത്തിന്റെ അത്തരം ചർച്ചകളിൽ വരും. അപ്പൊ അതുകൊണ്ട് പുരുഷനാണ് മരിച്ചതെങ്കിൽ ഇമാമത്ത് നിൽക്കാൻ ഏറ്റവും അർഹതപ്പെട്ട അഖ്രിബായിങ്ങളിൽപ്പെട്ട വ്യക്തികളാണ് മയ്യത്ത് കുലിപ്പിക്കാൻ ഏറ്റവും നല്ലത്. അവരില്ലെങ്കിൽ അന്യപുരുഷന്മാർ, ശ്രദ്ധിക്കണം, അവരില്ലെങ്കിൽ അന്യപുരുഷന്മാരാണ് മയ്യത്ത് കുലിപ്പിക്കേണ്ടത്. ഏത് അഖ്രിബാ, ഇമാമത്ത് കൊണ്ട് ബന്ധമായ അഖ്രിബായിൽപ്പെട്ട പുരുഷന്മാരില്ലെങ്കിൽ അന്യപുരുഷന്മാർ. ഇനി അന്യപുരുഷനും ഇല്ല, മരിച്ചത് പുരുഷനാണ്, അന്യപുരുഷന്മാരില്ലെങ്കിൽ പിന്നെ സ്ത്രീകളാണ് അവരെ കുലിപ്പിക്കാനുള്ളത് എന്ന് വെക്കുക. അവിടെ ഭാര്യയാണ് മുൻതൂക്കം. മറ്റു സ്ത്രീകളെക്കാൾ ഭാര്യക്ക്, അതായത് ഒരാൾ മരിച്ചു, ഒരു പുരുഷൻ മരിച്ചു, അവിടെ ആണുങ്ങളായിട്ട് ആരുമില്ല കുലിപ്പിക്കാൻ. ഈ മരിച്ച വ്യക്തിയുടെ ഉമ്മയുമുണ്ട് ഭാര്യയുമുണ്ട്, അല്ലെങ്കിൽ മരിച്ച വ്യക്തിയുടെ പെങ്ങളുമുണ്ട് ഭാര്യയുമുണ്ട്.
ഇവിടെ ഏറ്റവും ബന്ധമായത് ഭാര്യയാകുന്നു. ഭാര്യ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ അതിന് തയ്യാറല്ലെങ്കിൽ ഉമ്മാക്ക് അല്ലെങ്കിൽ പെങ്ങൾക്ക് അവർ അധികാരമുള്ളൂ. മനസ്സിലാക്കണം. എല്ലാം ഇതൊക്കെ ആവശ്യമായി വരുന്ന മസ്അലകളാവാം പലപ്പോഴും. സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് വിവാഹബന്ധം നിഷിദ്ധമായ സ്ത്രീകളെക്കാൾ മുൻതൂക്കം ഒന്നാം സ്ഥാനം ആർക്കാവുന്നു? ഭാര്യക്കാവുന്നു. ഇനി അതുപോലെ തന്നെ സ്ത്രീയാണെങ്കിൽ സ്ത്രീയുമായി ബന്ധപ്പെട്ട അടുത്ത കുടുംബമിത്രാദികളായ സ്ത്രീകള്, അത് കഴിഞ്ഞ അന്യ സ്ത്രീകളും ഇല്ലാത്ത കോലത്തിൽ ഭർത്താവ്. അവിധം തന്നെ മരിച്ചത് ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീയുടെ ആങ്ങളയുമുണ്ട്, ഈ സ്ത്രീയുടെ ഭർത്താവുമുണ്ട്. മയ്യത്താവുന്ന സ്ത്രീയുടെ ആങ്ങളയുമുണ്ട്, ഉപ്പയുമുണ്ട്, ഭർത്താവുമുണ്ട്. മൂന്നാലും മയ്യത്ത് കുളിപ്പിക്കാൻ സന്നദ്ധമാണ്. അവരെ മുൻതൂക്കം ഏറ്റവും നല്ലത് ഉപ്പാക്കല്ല, ആങ്ങളക്കല്ല, പിന്നെ ആർക്കാണ്? ഭർത്താവിനാണ്. എന്തെങ്കിലും ഇതിന് പോയിന്റ് മനസ്സിലായി? കാരണം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ഉപ്പാക്ക് കാണാൻ പറ്റാത്തത് ആങ്ങളക്ക് കാണാൻ പറ്റാത്തത് ഭർത്താവിന് കാണാം, അല്ലേ? ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് എല്ലാ ഭാഗവും ഒരു അല്പം പലരും പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇത്ര ആൾക്കാരാണ് ഏതവസ്ഥാതെ ഈ ഭാര്യയുടെ ശരീരത്തിൽ നിന്ന് തൊടാനും നോക്കാനും പാടില്ലാത്ത ആ അല്പം ഏതാണ് എന്ന് പലവരും അന്തം വിട്ട് നടക്കുന്നത്. അതാ അന്തം വിട്ട് അങ്ങനെ നടക്കട്ടെ. ഏതായാലും അതൊഴിച്ച് ബാക്കി ശരീരത്തിൽ നിന്ന് എല്ലാം നോക്കല് ഭർത്താവിന് അനുവദനീയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പെണ്ണു മരിച്ചാൽ ആങ്ങളയും ഉപ്പയും ഭർത്താവുമില്ലേടത്ത് ആങ്ങളെ കുളിപ്പിക്കുമ്പോൾ, പെങ്ങളെ കുളിപ്പിക്കുമ്പോൾ, ഉപ്പ മകളെ കുളിപ്പിക്കുമ്പോൾ നോക്കാൻ പാടില്ലാത്ത പല സ്ഥലങ്ങളും ഇഷ്ടം പോലെയുണ്ട്. ഭർത്താവിനെ സംബന്ധിച്ച് അപ്പോലില്ല. അതുകൊണ്ട് അങ്ങനെ വരുന്ന കോലത്തിൽ സ്ത്രീ മരിക്കുകയും ഭർത്താവും അടുത്ത കുടുംബമിത്രാദികളായ ആണുങ്ങളും ഉണ്ടെങ്കിൽ അവരുടെ ഭർത്താവിനാണ് മുൻഗണന. അതേ രൂപത്തിൽ സ്ത്രീയുടെ അവരെയും വരും. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ തിരുത്തപ്പെടേണ്ട ഒരു ധാരണ, ഭാര്യ മരിച്ചാൽ ഭർത്താവിന് പറ്റൂല, ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് പറ്റൂല എന്ന ഒരു ധാരണ, ആ ധാരണ ശരിയല്ല. ആ ധാരണക്ക് പലപ്പോഴും കാരണം തൊട്ടാലോളം ഒഴിയുന്ന വിഷയമാണ്. നമ്മുടെ ക്ലാസ് സവിസ്തരം എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്നവർക്ക് ആ ഇഷ്കാലുകളൊന്നും ഇനി വരാൻ സാധ്യതയില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഭാര്യ ഭർത്താവിനെ കൊലിപ്പിക്കുമ്പോൾ, ഭർത്താവ് ഭാര്യയെ കൊലിപ്പിക്കുമ്പോൾ, അവിടെ ഒളുണ്ടാക്കി കൊടുക്കുമ്പോൾ ഒളുമുഴിയിലെ ആ ഒരു പ്രശ്നം ഇനി സ്ഥിരം ശ്രോതാക്കൾക്കുണ്ടാവുകയില്ല എന്ന നിലയ്ക്ക് ഞാൻ ആ ഭാഗത്തിൽ നിന്ന് പിന്മാറുകയാണ്. അങ്ങനെ എന്തുവാനം നമ്മൾ ശരിയായ രൂപത്തിൽ തോർത്തി, അല്ലെ? അപ്പൊ തോർത്തലും അത്തരം വിഷയങ്ങളൊക്കെയും നമ്മൾ പറഞ്ഞു. ഇനി തയമ്മും, ഇനി അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് എല്ലാവരും മനസ്സിലാക്കേണ്ട മസ്അല നമുക്ക് പറയും. അതിന്റെ ഒരു കുറച്ച് അല്പം വിശദീകരണങ്ങളുണ്ട്. മയ്യത്ത് കുളിപ്പിച്ചു, നിൽക്കാതെ മൂത്രം വന്നുകൊണ്ടിരിക്കാൻ, നിൽക്കാതെ മലദോരത്തിൽ നിന്ന് എന്തോ ഒരു വെള്ളം വന്നുകൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ വായയിൽ നിന്ന് രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഒരാളെ കൊണ്ടും ഒരു ചീത്ത പറയുന്ന രൂപത്തിലുള്ള ഒരു വിഷമവും നമ്മുടെ മയ്യത്തിൽ നിന്ന് കാണാതിരിക്കാൻ അള്ളാഹു നമുക്ക് പ്രത്യേകം തൗഫീക്കിനെ പ്രദാനം ചെയ്യട്ടെ. ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ആ മയ്യത്തിനെ എന്തു ചെയ്യണം? അത് ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട മസ്അലയാണ്. കാരണം ഇന്ന് കഫൻ ചെയ്യാൻ വേണ്ടി, അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ ഞാൻ അത്തരം മസ്അലകളിലേക്ക് കടന്നാൽ ശ്രോതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കലാകും എന്ന നിലക്ക് ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യും. അപ്പൊ നമുക്ക് അവിടെ മസ്അലകൾ വരുന്നുണ്ട്. അഥവാ ജീവിതകാലത്ത് നമ്മൾ മൂത്രവാർച്ച എന്നൊക്കെ പറയുന്ന രോഗങ്ങൾക്കുള്ള ഇസ്തിഹാലത്ത് പോലത്തെ വിഷയങ്ങൾക്കുള്ള വിധികളൊക്കെയും മയ്യത്തിന്റെ അങ്ങോട്ട് ബാധക. ഞാനിതൊക്കെ പറയാൻ കാരണം എന്താ, ഇത്തരം നമ്മുടെ ക്ലാസ്സിൽ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് ഇല്ലാത്ത എത്രയോ ശ്രോതാക്കൾ ഇപ്പോൾ നമുക്ക് പുതുതായിണ്ട്. അപ്പൊ അവർക്കൊക്കെ അത് മനസ്സിലാവണമെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ഒന്ന് വിശദീകരിച്ചു തന്നെ വീണ്ടും പറയേണ്ടി വരും. ഏതായിരുന്നാലും ഇപ്പോൾ ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, കുളിപ്പിക്കൽ കഴിഞ്ഞതിന്റെ ശേഷം മയ്യത്തിൽ നിന്ന് എന്തു പുറപ്പെട്ടാലും വായയിലൂടെ രക്തം വന്നാലും, മലദോരത്തിലൂടെ വന്നാലും, മൂത്രദോരത്തിലൂടെ വന്നാലും അത് കഴുകൽ മാത്രമേ നിർബന്ധമുള്ളൂ. എന്തില്ല, വേറെ കുളി മറക്കണ്ട,
ഒളൂ മടക്കണ്ട. പിന്നെ കുലി മടക്കണം എന്നൊരു അഭിപ്രായം, അതുപോലെ തന്നെ ഒളൂ മടക്കണം എന്ന ചില അഭിപ്രായങ്ങൾ നമ്മുടെ ശാഫിഈ മദ്ഹബിലുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു. കുളിപ്പിക്കലൊക്കെയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം മലദ്വാരത്തിലൂടെയോ പിന്ദ്വാരത്തിലൂടെയോ വല്ലതും പുറപ്പെട്ടാൽ എന്ത് വേണം? ഒളൂ മടക്കല് സുന്നത്താണ് എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ ആ അഭിപ്രായത്തിന് അത്ര അല്ല, നിർബന്ധമാണെന്ന് വരെ അഭിപ്രായമുണ്ട്. പക്ഷെ നമ്മുടെ ശാഫിഈ മദ്ഹബിൽ പ്രബലമായ അഭിപ്രായ പ്രകാരം കുളിപ്പിക്കലും ഒളുണ്ടാക്കലും കഴിഞ്ഞതിന്റെ ശേഷം ഇനി മയ്യത്തിൽ നിന്ന് നജസായ വല്ലതും പുറപ്പെട്ടാൽ, അല്ലെങ്കിൽ യാദൃശികമായി മയ്യത്തിന്റെ ദേഹത്തിൽ നജസ് സംഭവിച്ചു, അങ്ങനെയും വരാം. ഉദാഹരണം പറയാ, മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞു മേലെന്ന് എലിങ്ങട്ട് പാത്തിന്ന് വെക്കുക. എലിക്കറിയില്ലല്ലോ ഇപ്പൊ മയ്യത്ത് കുളിപ്പിക്കലാണെന്നൊന്നും അറിയില്ലല്ലോ. എലി മേലെന്നത് പാത്തി മയ്യത്ത് കുളിപ്പിക്കലൊക്കെയും കഴിഞ്ഞ് എല്ലാം ശരിയാക്കി വെച്ചതിന് ശേഷം എലി മേലെന്ന് പാത്തിന്ന് വെക്കുക. സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ ഒന്നിരിക്ക മയ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ മയ്യത്തിന്റെ ദേഹത്തേക്ക് വേറെ ഏതെങ്കിലും നിലക്ക് നജസ് സംഭവിക്കാനൊക്കെ ഇട വന്നാൽ എന്തേ നിർബന്ധമുള്ളൂ? അത് കഴുകി വൃത്തിയാക്കലേ നിർബന്ധമുള്ളൂ എന്ന മസ്അല പ്രത്യേകം അറിയിക്കുന്നു. അവിടെ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയ. കാരണം ഇന്നൊക്കെയും അങ്ങനത്തെ മരണങ്ങൾ ഇഷ്ടം പോലെ സംഭവിക്കുന്നുണ്ട്. അഥവാ നമ്മൾ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞ് ഖബറടക്കിയിട്ടില്ല മയ്യത്തിനെ. കഫൻ ചെയ്യൽ കഴിഞ്ഞിക്കണ്, നിസ്കാരം കഴിഞ്ഞിക്കണ്. ഖബറടക്കുന്നതിന്റെ മുമ്പേ മയ്യത്തിൽ നിന്ന് വീണ്ടും വായയിലൂടെ രക്തം വന്നു. അറ്റാക്ക് മരണങ്ങൾക്ക് സംഭവിക്കാറുണ്ട് പല നാടുകളിലും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലെങ്കിൽ എന്ത് ചെയ്തു? മലദ്വാരത്തിൽ നിന്ന് വല്ലതും പുറപ്പെട്ടു, നിസ്കാരം കഴിഞ്ഞു, ഖബറടക്കിയിട്ടില്ല എങ്കിൽ ഈ കഫൻ തുനിഞ്ഞ് എന്തു ചെയ്യണം? ഈ കഫൻ തുണി കഴിച്ച് തിരുമ്പനോ കഴുകനോ കഫൻ തുണി മാറ്റണോ? എല്ലാവരും നല്ല തഹ്ഖീഖോട് കൂടെ അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ എന്ത് ചെയ്യണമെന്ന് ഉറപ്പിച്ചു പഠിക്കണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ ഉണർത്തുന്നു, ഇതിനൊക്കെ പലപ്പോഴും വായയിലൂടെ രക്തം വരുന്നത് അത് നമ്മൾ കുറ്റക്കാരല്ല. അത് ചിലപ്പോൾ നമ്മളൊക്കെ നേരെ മറിച്ച് കുളിപ്പിക്കലൊക്കെയും കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം പലപ്പോഴും വയറ്റുന്നു പോകുന്നൊരവസ്ഥാന് വേണമെങ്കിൽ പറയാം. മയ്യത്തിന്റെ ശരീരം മലദ്വാരത്തിൽ കൂടാണ് ഒന്നായിട്ട് എന്ത് വരുന്നത്? മലം വരുന്നത്. അതുപോലെ തന്നെ പല വള്ളങ്ങളും വരുന്നത് ഇഷ്ടം പോലെ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിന് കാരണം എന്താണെന്നറിയോ? ഒരു കാരണം, നമ്മൾ കുളിപ്പിക്കുന്നതിന് മുമ്പ് വയറ് ഉയ്യുന്നൊരു മസ്അല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന്ന് പലവരും ശ്രദ്ധിക്കണില്ല. മയ്യത്തിനെ അങ്ങോട്ട് കിടത്തി ദേഹത്തിലേക്ക് വെള്ളമൊഴിച്ച് അങ്ങോട്ട് സോപ്പിട്ട് കഴുകുക, തോർത്തുക, കഫൻ ചെയ്യുക. ഈ വയറുയ്യുക എന്നുള്ളത് വളരെ അപൂർവമായി വരുന്നുണ്ട്. ആ ഒരു കാര്യം ഒഴിവാക്കുമ്പോൾ ഇത്തരം അബദ്ധങ്ങളൊക്കെയും പിന്നീട് വരും. അപ്പൊ അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നവര് വളരെയധികം അതെല്ലാം ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് കഫൻ ചെയ്ത് നിസ്കാരം കഴിഞ്ഞിട്ട് മയ്യത്തിന്റെ കഫൻ തുണിയിൽ വല്ലതും സംഭവിച്ചാൽ ആ കഫൻ തുണി കഴുകി വൃത്തിയാക്കണോ പോലത്തെ ചർച്ചകളൊക്കെയും നമുക്ക് ആവശ്യമാണ്. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ഏതായിരുന്നാലും കഫൻ ചെയ്യേണ്ടത്, ഇനി അതിന്റെ വസ്ത്രങ്ങളുടെ വിഷയം. ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ ആദ്യമായി എല്ലാവരും തിരുത്തപ്പെടേണ്ട ഒരു ധാരണ, കഫൻ ചെയ്യാൻ പുതുവസ്ത്രം തന്നെ വേണമെന്ന ഒരു ധാരണ പല നാടുകളിലുമുണ്ട്. കാരണം ഒരു സ്ത്രീ നിസ്കരിച്ചും കൊണ്ടിരിക്കുന്ന കുപ്പായം, നിസ്കാരക്കുപ്പായം, മുഖമക്കന, അതുപോലെ തന്നെ സ്ത്രീകൾ സാധാരണ നിസ്കാരക്കുപ്പായത്തിന്റെ അടിയിൽ എന്ത് ധരിക്കാറുണ്ട്? ഒരു അരയുടുപ്പ്, സാധാരണ ഒരു തുണി ധരിക്കാറുണ്ട്. ഇതൊക്കെയും ഒഴിവാക്കി മയ്യത്തിന് കഫൻ ചെയ്യാൻ പുതിയ വസ്ത്രം വാങ്ങുന്ന പല നാടുകളുമുണ്ട്. ആ ഒരു ധാരണ തിരുത്തേണ്ടതാവുന്നു. തിരുത്തിക്കാൻ പലരും അറിയിക്കുന്നുണ്ട്, പല സ്ഥലത്തുണ്ട്. പാവാടല്ല, അരയുടുപ്പും പാവാടയും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ അവിടെ വേറൊരു ശാസ്ത്രം നടക്കുന്നത്, സ്ത്രീകൾക്ക് പാവാട ധരിക്കണോ ധരിക്കണ്ടേനൊക്കെ. അത് വേറെ. മുമ്പ് ഒരു മുജാഹിദ് മൗലവിയുടെ ക്ലിപ്പ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. കേരളത്തിലെ മൗലവിമാര് കൈവെക്കാത്ത ഒരു സ്ഥലവുമില്ല. സ്ത്രീകളുടെ അടിപ്പാവാട വരെ ധരിപ്പിച്ചത് അവരാണ് എന്നൊക്കെ വേണ്ട.
ബാലുശ്ശേരി ആരൊക്കെ പ്രസംഗിച്ചത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ അരിപ്പാവാടി അരയുതുപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ സ്ത്രീകളുടെ കഫൻ തുണിയിൽ ഒരു അരയുതുപ്പ് പറയുന്നുണ്ട്, അത് സ്ത്രീകളുടെ അരിപ്പാവാദം ഞാനും ധരിപ്പിക്കണ്ട, അതല്ല, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് പുതുവസ്ത്രം, എന്നാൽ മയ്യത്ത് കഫൻ ചെയ്യാൻ പഴയ വസ്ത്രമാണ് സുന്നത്ത്. ആ ധാരണ അത് തിരുത്തനല്ലാലും നമ്മൾ. കാരണം എന്താ, റസൂലുള്ളാഹിന്റെ ഹദീസിലേക്കും കാണാം പുതിയത് ജീവിച്ചിരിക്കുന്നവരും പഴയത് മയ്യത്തിനുമാണ്. കാരണം എന്താ, ഇത് നുരുമ്പി പോവാനുള്ളതാണ്. സാധാരണ ചിലപ്പം ഈ മയ്യത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു മഹത്തായ അമല് കാരണം ആ തുണി നശിച്ചില്ല എന്ന് വന്നേക്കാം. പൊതുവിൽ നമ്മളൊരു മയ്യത്തിന്റെ തുണി നുരുമ്പി പോകുന്നാലോ വെക്കുക. അപ്പൊ അത് നുരുമ്പി പോകാനുള്ളതായതുകൊണ്ട് മയ്യത്തിന് പഴയത്, ജീവിച്ചിരിക്കുന്നവർക്ക് പുതിയതും. അപ്പൊ പഴയ നിസ്കാരക്കുപ്പായവും മുഖമക്കനയും അരയുടുപ്പും ഒഴിവാക്കി അത് വീട്ടിൽ വെച്ച് വീണ്ടും പുതിയത് വാങ്ങുന്ന ഒരവസ്ഥ, അതിലേതായാലും സുന്നത്തില്ല. അവിടെ സുന്നത്തിന് വേണമെങ്കിൽ ഞാനത് പറയാം, വേണമെങ്കിൽ. അങ്ങനെ കിതാബിൽ കാണൂലത്തോ. നമ്മൾ മൊത്തം നല്ല വശം നോക്കി പറയാൻ, നമുക്കൊരു പുതിയ കുപ്പായും നിസ്കാരക്കുപ്പായും മുഖമക്കനെ അരിയുടുപ്പും വാങ്ങി കഫൻ തുണി വാങ്ങുന്ന കൂട്ടത്തില് അവരെന്ത് ചെയ്യുക, ഏതെങ്കിലും പാവപ്പെട്ട നിസ്കരിക്കാൻ വേണ്ടതുപോലെ ചിലപ്പം നിസ്കാരക്കുപ്പായൊക്കെ ആകെ കീറി തുന്നി പിടിപ്പിച്ചിട്ട് നിസ്കരിക്കുന്ന സ്ത്രീകളുണ്ടാവും. അങ്ങനത്തെ ഒരു കൂത്തൊരു പുതിയ നിസ്കാരക്കുപ്പായെന്ന് വാങ്ങിക്കൊടുത്താൽ എന്നിട്ട് ഈ പഴയത് മയ്യത്തിനും ആയിക്കോട്ടെ. അതുകൊണ്ട് ആ ഒരു ധാരണ തിരുത്തേണ്ടതാവുന്നു ഒന്ന്. ഇനി പല നാടുകളിലും പറയുന്ന ഒരു കാര്യം, ഞാനത് കിതാബിൽ കണ്ടിട്ടില്ല, കിതാബിൽ കണ്ട ഒരാൾ എന്നോട് പറഞ്ഞതാണ്. അതായത് ഈ കഫൻ ചെയ്യാനുള്ള കഫൻ തുണി സംസം വെള്ളത്തിൽ മുക്കുക. പലരും ഹജ്ജിന് പോയാല് ഉംറക്ക് പോയാല് പലവരും അത് ചെയ്യാറുണ്ട്. എന്ത്, അവന് നമ്മളെ ഈ പ്രത്യേകിച്ച് ആണുങ്ങളാണെങ്കിൽ ഈ ഇഹ്റാമിന്റെ ആ തുണി ഉണ്ടല്ലോ അല്ലെ, 2 or 3 തുണി നമ്മൾ എടുത്തിരിക്കും. കഫൻ ചെയ്യാൻ പറ്റിയ നല്ല തുണിയായിരിക്കും. അപ്പൊ അത് സംസം മുക്കിയിട്ട് ഉണക്കുക, സംസത്തിൽ മുക്കുക. അത് പറ്റുമോ പറ്റൂലേ, കുഴപ്പമില്ല എന്ന് തഫ്സീർ റൂഹുൽ ബയാൻ പോലത്തെ കിതാബിൽ ഉണ്ട് എന്ന് ആ കിതാബ് നോക്കിയ ഉസ്താദ്, ഞാൻ അതിനേറ്റായി ഭാഗത്ത് കണ്ടിട്ടില്ല, ഉണ്ട് എന്ന് വിശ്വാസയോഗ്യമായ ആള് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. അത് നല്ലതാണ്. കാരണം ഒരു ബറക്കത്തുള്ള കഫൻ തുണി, അതിൻ്റെതായ ഒരു ബറക്കത്ത് ഖബറിൽ കിട്ടും. അതുകൊണ്ടാണല്ലോ മഹാന്മാരും മുആദ് അല്ലെ, മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലോത്തവരൊക്കെയും വഫാത്താകാൻ നേരത്ത് അവരുടെ കൈവശം റസൂലുള്ളാഹിന്റെ ശഅറെ മുബാറക് ഉണ്ടായിരുന്നു. അത് അവരുടെ കഫൻ തുണിയിലും വായയിലൊക്കെ വെക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്ത സംഭവം നമ്മൾ ഇഷ്ടം പോലെ കേട്ട് കഴിഞ്ഞു. അതൊന്നും ആ വിവരമൊന്നും ഇല്ലാത്തൊരു മനുഷ്യന്മാര് ഈ കേരളത്തിൽ ഉണ്ടാവൂല. നഖം, മുടി പോലോത്തതൊക്കെയും അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ വസ്ത്രം പലവരും കഫൻ ചെയ്യുന്ന തുണിയിൽ വെക്കാൻ പറഞ്ഞതൊക്കെ. അപ്പൊ അതൊക്കെ ഒരു ബറക്കത്താണ്, കുഴപ്പമൊന്നുമില്ല എന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ കഫൻ തുണിയുമായി ബന്ധപ്പെട്ട് വിഷയം പറയുമ്പോ കഫൻ തുണി വാങ്ങാൻ പോകാൻ പലരും വാങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. ഈ കഫൻ തുണി വാങ്ങി നമ്മൾ കഫൻ ചെയ്യാനുള്ള തുണി സൂക്ഷിച്ചു വെക്കുക, അങ്ങനെ ഒരു സുന്നത്തുണ്ടോ? ഇതൊക്കെ കഫനുമായി ബന്ധപ്പെട്ട നുറുങ്ങി മസാലകളായതുകൊണ്ട് പറയാൻ അങ്ങനെ ഒരു സുന്നത്തില്ല. ഞാൻ മരിച്ചാല് എന്നെ കഫൻ ചെയ്യാനുള്ള തുണിയും പഞ്ഞിയും പോലോത്തത് ആദ്യമേ വാങ്ങി സൂക്ഷിക്കുക, അങ്ങനെ ഒരു സുന്നത്തില്ല. പക്ഷേ എന്ത് സുന്നത്തായി വരും? ഞാൻ മരിച്ചാൽ ഹറാമായ മുതലിൽ നിന്ന് അതല്ലെങ്കിൽ ശുബ്ഹ മുതലിൽ നിന്നായിരിക്കും എനിക്കുള്ള കഫൻ തുണി എന്റെ അവകാശികൾ വാങ്ങുക. അങ്ങനെ ഉറപ്പില്ലേടത്ത് അവനവനിക്ക് ഉറപ്പുള്ള ഹലാലായ പൈസയിൽ നിന്ന് കഫൻ തുണി വാങ്ങി സൂക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്നും സാന്ദർഭികമായി ഉണർത്തി കഫൻ തുണി വാങ്ങാൻ പോകുന്ന എല്ലാവരോടും വളരെ വ്യക്തമായ ഭാഷയിൽ ഞാനൊരു കാര്യം പറയുകയാണ്. ഇന്ന് ഈ പല സ്ഥലങ്ങളിലും നമ്മൾ പഴയ കാലത്തൊക്കെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ ഈ കഫൻ തുണി നമ്മൾ 3 കഫൻ ചെയ്തതിന് ശേഷം ഈ ഓലപ്പായയിൽ പൊതിഞ്ഞിട്ടാണ് മയ്യത്തിനെ കൊണ്ടുപോകുക അല്ലെ. എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഓലപ്പായ, സാധാരണ തെങ്ങിന്റെ ഓല കൊണ്ടുണ്ടാക്കിയ ഓലപ്പായയിലാണ് മയ്യത്തിനെ പൊതിയ ലാസ്റ്റ്. എന്നിട്ട് പിന്നെ ആ പായ പള്ളിക്കേക്കാണ് കൊടുക്കല, കുഴപ്പമൊന്നുമില്ല, നിസ്കരിക്കാം. പഴയ കാലത്ത് അങ്ങനെയായി. പക്ഷെ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോ അത് നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിന്റെ പായയായി.
അതായത് നമ്മളെ സാധാരണ ഈ വരിയും കുടിക്കുള്ള പായയായി. അതും കഴിഞ്ഞ് ഒന്നുകൂടി ഇപ്പൊ പുരോഗമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അടുത്തൊരു ഗൾഫ് ബസാറിൽ കയറിയപ്പോ വേറൊരു സംഗതി നോക്കാൻ വേണ്ടി കയറിയപ്പോ അവിടെ വലിയൊരു കിറ്റ് ഇരിക്കുന്നുണ്ട്. ഇതെന്താന്ന് ചോദിച്ചു. അതെന്തിനുള്ളതാ? അത് മയ്യത്തിനെ പുറക്കാനുള്ളതാ, പള്ളിക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് അത് ഒരു മുതലിന്റെ ഊക്ക് കൊണ്ടോ അതല്ലെങ്കിൽ മരിച്ച വ്യക്തികളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ഈ വരിയും കുടിക്കില്ല. അത് 1200 1300 ഉറുപ്പ്യക്കുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ബ്ലാക്കറ്റിന്റെ മാതിരി ഒരു സാധനം, ഒരു വലിയ കനമുള്ളത്. എന്നിട്ട് അത് പള്ളിയിലേക്ക് അതിൽ പോയിട്ട് അപ്പൊ മയ്യത്തിനെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് പിന്നെ അത് ഇങ്ങത്തില്ല, നമ്മളിങ്ങോട്ട് കൊണ്ടുവരൂല, നേരെ പിന്നെ പള്ളിക്കൾക്ക് കൊടുക്കാൻ. എന്നിട്ട് ആണ് അത് പള്ളിയിൽ വിരിക്കുക. ഇവര് വിചാരിക്കുന്നത് എന്താ? അത് വലിയൊരു മഹത്വമുള്ള വിഷയമാണെന്ന്. കാരണം മയ്യത്തിന് കൂലി കിട്ടാൻ വേണ്ടി പള്ളിയിൽ വിരിക്കാൻ വേണ്ടി ഒരു പദം കൊടുക്കുക, അത് വലിയൊരു മഹത്വമുള്ളതായി പലവരും കാണുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര ആൾക്കാരെ നിസ്കാരത്തിലാണ് ഈ ഖറാഅത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മുടെ പള്ളികളിലുള്ള മുസല്ലിം പായും കാർപ്പറ്റും എല്ലാം വിതക്കായിട്ടുണ്ട്. നല്ല നല്ല പ്ലെയിൻ കളറിലുള്ള കാർപ്പറ്റും പായും കിട്ടാനുള്ള കാലത്ത് ചില പള്ളികളിലൊക്കെ ചെന്ന് നോക്കിയാൽ കാണാം ഇഷ്ടംപോലെ പായ. ചിലയിമ സിംഹത്തിന്റെ ഫോട്ടം, ചിലയിൽ കുരിശിന്റെ ഫോട്ടം, ചിലയില് മയിലിന്റെ ഫോട്ടം, ചിലയില് പുലിയുടെ ഫോട്ടം, പള്ളിയില് ചിത്രങ്ങള്. എന്നാൽ ഈ പള്ളിയിൽ നിൽക്കുന്നവരിത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ പള്ളിയുടെ മാനേജ്മെന്റ് ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പലവരുണ്ട്. നമ്മൾ ചില സ്ഥലങ്ങളിൽ ഞാൻ ക്ലാസ്സിനൊക്കെ ചെല്ലുമ്പോ ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല, അവർ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കണില്ല. എന്നിട്ട് ഈ കുരിശിന്റെ ഫോട്ടല്ലതും ആനന്റെ ഫോട്ടല്ലതും, ആനന്റെ ഫോട്ടല്ലേ ചവിട്ടിനോണ്ട് കുഴപ്പമൊന്നുമില്ല, ആ മസല അങ്ങനെ തന്നെ. പക്ഷെ നിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ കൽബിലേക്കല്ലേ ഈ ചിത്രങ്ങളൊക്കെയും പതിയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അതിനൊരു ഇപ്പൊ പായേന് നല്ല ഒറ്റ കളറ്, വെറും പച്ച കളറ്, വെറും മഞ്ഞ കളറ് എല്ലാമുള്ള പ്ലെയിൻ കളറായിട്ടുള്ള പായകൾ, പ്ലെയിൻ കളറായിട്ടുള്ള കാർപ്പറ്റുകൾ വാങ്ങാൻ കിട്ടുന്ന കാലത്ത് എന്തിനാണ് നമ്മൾ ഈ ഇതുണ്ടാക്കുന്നത്? പലരും കാണാം ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോ പള്ളിക്കൾക്ക് മുസല്ല. എന്തിന്? ഈ കഅബന്റെ ഫോട്ടോ ഒറ്റ കുറ്റിയും കൊടുക്കരുത് എന്റെ അഭിപ്രായം. ഞാൻ കേട്ടതാണ് പള്ളിയിലേക്ക് മുസല്ല. ഇത് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമായിട്ട് ഞാനൊന്ന് ഗൗരവത്തിൽ പറയുകയാണ്. പള്ളിയിലേക്ക് മുസല്ല കൊടുത്തെങ്ങാണ്ട് അതിൽ കഴിക്കാൻ പറ്റുമോ? പതിങ്കുരിയില് പിന്നെ ആ മസല നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ലേ? കഅബന്റെയും മസ്ജിദുൻ നബവിയുടെയും ഫോട്ടെല്ലാം മുസല്ലയിൽ ചവിട്ടാൻ പാടില്ലാന്ന്. നമ്മൾ മക്കത്തേക്ക് പോയി വന്ന ആകെ കൊടുക്കുന്ന ഒരു മുതല നിക്കൊക്കെ. ഞാൻ ആ സാധനം തന്നെ വാങ്ങല്ലപ്പോ. ആകെ തരും ഒരു അറാക്ക്, അത് നല്ലതാ, ഒരു ദസ്തിമാലി, പിന്നെ അതേമായിക്ക് തന്നെ ഒരു മുസല്ല്. ചിലപ്പം മേത്തത് തേക്കാൻ പറ്റാത്ത തലവേദന, പാരസെറ്റാമോല് 10 കഴിച്ചാലും ഭേദാവാത്ത ഒരു സെഞ്ചും കുപ്പി, അമ്മാതിരി തലവേദന. ആകെ പോയി ഹജ്ജ് കഴിഞ്ഞാൽ നല്ല തന്നെയാണ്. പക്ഷെ ഒരു മനുഷ്യനെ ഉപയോഗിക്കാൻ പറ്റിയത് കൊടുക്കണ്ടേ? ഈ മുസല്ലയിൽ എങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ? ഈ മുസല്ലയിൽ നിസ്കരിക്കൽ ഖറാഅത്താണ്. ആ മുസല്ലമ്മ ചവിട്ടാൻ പാടില്ല, ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ? നിസ്കരിക്കാനാണെങ്കിൽ പള്ളിയിൽ അത് പിന്നെ അവസാനം അത് പയകി. എന്നിട്ട് ഈ കഅബന്റെ ഫോട്ടല്ല, മസ്ജിദുൻ നബവിയുടെ ഫോട്ടല്ല, ഹൗലും കരക്കെന്ന് കേറിനോട്ട് കാല് തുറക്കാൻ വേണ്ടി. എന്നിട്ട് മൈദ കുഴക്കും പോലെ കഅബന്റെ ഫോട്ടത്ത് തിങ്ങാണ്ട് ഹൗലും കരക്കത്തിങ്ങനെ കുഴക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ മയ്യത്തിന്റെ കഫൻ തുണിക്ക് പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യുക? അതിന് പറ്റാവുന്ന വരിയും കൂടി ഇല്ലാത്ത ഒരു പായ വാങ്ങുക. അത് പള്ളിക്കൊക്കെ കൊടുത്താല്, അതല്ലെങ്കിൽ ഇത്രയും 1300 രൂപയുടെ ഒരു പുതപ്പ് വാങ്ങുന്നതിന് പകരം ആ പള്ളിയിലേക്ക് ഒരു കാൽപ്പറ്റ്, ഒരു പ്ലെയിൻ കളറായിട്ട് ഈ മയ്യത്തിന് കൂലി കിട്ടുന്ന പള്ളിയിൽ സ്ഥിരം ഉപയോഗിക്കാൻ പറ്റാകുന്ന എന്തെങ്കിലുമൊക്കെ ആക്കാനല്ലാതെ ഇപ്പൊ അതൊക്കെ ഒരു ആചാരങ്ങളായി. ഈ വലിയ വലിയ മുതലാളിമാരൊക്കെ മരിച്ചയിടത്ത് ഈ സാധനം വാങ്ങി അത് പള്ളിക്ക് കൊടുക്കുക. അല്ലാ, അത് ആചാരാക്കാൻ പോകുന്നതാ. മെഹ്റാബിന്റെ മുമ്പ് തന്നെ എത്തിയില്ലെങ്കിൽ ആചാരാക്കാതെ മക്കള് തെറ്റിപ്പോവും. ചില പള്ളിക്കത്തെ വിഷയ ഇതെന്തെങ്കിലും പള്ളിയുടെ മുമ്പ് അത് ഇപ്പത്തെ പ്രസിഡന്റ് മരിച്ചപ്പോഴേ പ്രസിഡന്റ് മരിച്ചപ്പോ അയാളൊപ്പം കൊണ്ടുവന്നതാ. അപ്പൊ അയാളെ മക്കൾ ഇത്രയാണ് ഈ മെഹ്റാബിന്റെ മുമ്പ് തന്നെ. അപ്പൊ ഇനിയിപ്പോ അത് അവന് ഒഴിവാക്കിയ മക്കൾ, കാരണം ചില പൊങ്ങച്ചത്തിന്റെ ആളുകളുണ്ട്. ഏതിട്ട് ഒഴിവാക്കാൻ പറഞ്ഞു? നമ്മള് ശൈഖുന ഈ ക്യാസം മുസ്ലിയാക്കും പറഞ്ഞ മാതിരി കാര്യം പറയേണ്ടത് കാര്യം പറഞ്ഞു. ഈ ക്യാസം മുസ്ലിയാർ കാസർഗോഡ് ഖാലിസ്ഥാൻ ഏറ്റ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വഹാബി വാദപരിവാദത്തിന് പോകുമ്പോ കമ്മറ്റിക്കാർ വന്നു പറഞ്ഞില്ലേ ഇത് നടക്കൂലാന്ന്. പോയതരാ വന്നതാണ് അസമൊയിലേര്.
ഞങ്ങൾ ജോലി എടുക്കുമ്പോൾ പറഞ്ഞില്ലേ, ഞാൻ മുജാഹിദീങ്ങളേറ്റ് വാദപ്രതിവാദം നടത്താൻ നിങ്ങളെ സമ്മതം ചോദിച്ചാതെ പോകുന്നു എന്ന് കമ്മിറ്റിക്കാരോട് ചൂടായ ഒരു കഥ പറയാണ്ട് നമ്മൾ പറയണം. അത് ആചാര മക്കൾ ഇത്തടാച്ചിട്ട് നമ്മൾ ഈ കഥ ചെയ്യല. ചിലപ്പം ഈ മെഹ്റാബിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ചില പള്ളിക്ക് ആകെ 4 or 5 ആൾക്കാരെക്കാളും സ്ഥിരം ജമാഅത്തിനുണ്ടാവുക. ഓലെന്നും ഈ കറാത്തും ചെയ്ത് നിസ്കരിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു തആല അത്തരം ആ ഒരു നമ്മൾ പുണ്യമാണെന്ന് മനസ്സിലാക്കി പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഒരുപാട് സാധാരണക്കാർ ചെയ്യുന്നുണ്ട്. അതൊക്കെയും ഒഴിവായി ഞാൻ ഏതായാലും കഫൻ തുണിയുമായി ബന്ധപ്പെട്ട് കഫൻ തുണി വാങ്ങാൻ പോകുമ്പോൾ ഒപ്പം വാങ്ങുന്ന ഒരു സാധനമാണ് ഈ വരിങ്കുലില്ല പായും ഇമ്മാതിരി പുതപ്പും പദമൊക്കെയും. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത്. മയ്യത്തിന് കൂലി കിട്ടാൻ പറ്റാവുന്ന എന്തെല്ലാം കാര്യങ്ങൾ പള്ളിക്ക ചെയ്യാണ്ട്. ഒന്നുമില്ലെങ്കിൽ പണി ചെയ്തോളി, ഈ പള്ളിക്ക ബാങ്ക് കൊടുക്കുന്ന ഈ മാസത്തെ കറന്റ് ബില്ലിന്റെ വക ഇത്ര സുഖ ഇത്ര കൈത, ഈ വരിയും കൂലില്ല ഈ കണ്ണി കണ്ട പായ പള്ളിക്കൾക്ക് ഈ പുതപ്പ് പള്ളിക്കൾക്ക് കൊടുത്തിട്ട് അതിന് നോക്കി ജനങ്ങളെ നിസ്കാരത്തിൽ ഹുശൂ പോകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഒരു പള്ളിക്ക ചിലപ്പം 500 രൂപ 600 രൂപയ്ക്കാണ് ചിലപ്പം കറന്റിന്റെ ബില്ല് വരിക. ഈ മാസത്തെ 2 മാസത്തെ കറന്റിന്റെ ബില്ല് അതിന്റെ വക, എന്റെ മരിച്ചുപോയ വാപ്പാക്ക് കൂലിത്താൻ വേണ്ടി. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പള്ളിക്ക ചെയ്തു കൊടുക്കാണ്ട് അതാരും ഏൽക്കില്ലെങ്കിൽ ഏൽക്കണ്ട, ചെയ്യാൻ പറ്റിയത് പറയാ. അപ്പൊ ഏതായിരുന്നാലും അക്കാര്യം ശ്രദ്ധിക്കുക. ഇനി കഫൻ തുണി എല്ലാവരും ശ്രദ്ധിക്കണം. അവിടെ ഒരുപാട് ഖിലാഫുകൾ ഉള്ളൊരു മസ്അലയാണ് ഈ കഫൻ തുണിയുടെ മസ്അല. 1, 3, 5 ഇങ്ങനെ ഒരുപാട് ഖിലാഫ്. അതുമായി കഥമുണ്ടെങ്കിൽ മയ്യത്തിന് എത്ര കഫൻ തുണി, കഥക്കാരുണ്ടെങ്കിൽ മയ്യത്തിന്റെ കഫൻ തുണിയിൽ ഏതൊക്കെ തടുക്കാൻ പറ്റും പോലത്തെ പല ചർച്ചകളും നടക്കുന്നു. ഞാൻ ആ ഒരു ചർച്ചയിലേക്ക് ഇപ്പോൾ നിങ്ങളെ കൊണ്ടുവരുന്നില്ല. കാരണം അതൊക്കെ അപൂർവമായി വരുന്ന ചില മസ്അലകളാണ്. ഇപ്പോൾ ഒരാളും മരിച്ചു, പലർക്കും ആ മരിച്ച മയ്യത്ത് കടം പൈസ കൊടുക്കാന്നെങ്കിലും കഫൻ ചെയ്യാൻ നേരത്ത് അയാൾ ഞങ്ങൾക്ക് പൈസ തരാണ്ട്, അതുകൊണ്ട് ഒരു തുണിയെ ഞങ്ങൾ അനുവദിക്കൊള്ളൂ, 3 തുണി ഞങ്ങൾ അനുവദിക്കൂല, അല്ലെങ്കിൽ 3 തുണി അനുവദിക്കൊള്ളൂ, തലപ്പാവും കമീസും ഞങ്ങൾ അനുവദിക്കൂല എന്നൊക്കെയും കടക്കാര് പറയുമ്പോ അവിടെ ചില മസ്അലകൾ കടന്നു വരുന്നുണ്ട്. മയ്യത്തിന്റെ അവകാശം ഏതാണ്? അതൊരു വലിയ ഒരു ചർച്ചയായി കിതാബിയായി ആ വിഷയം മനസ്സിലാക്കിയടത്ത് തന്നെ പലവർക്കും ചില അബദ്ധങ്ങളൊക്കെയും അതിൽ പിണഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കള് ഞാൻ ആ ഒരു മസ്അല ഒന്ന് സൂചിപ്പിക്കാൻ കാരണം കടത്തിന്റെ ഗൗരവമാണ്. ഒരു മയ്യത്ത് മരിച്ച് അവന് കടമുണ്ടെങ്കിൽ അവനെ കഫൻ ചെയ്യുന്ന സമയത്ത് അവന്റെ തുണി അമിതമായാൽ തടുക്കാനുള്ള കഴിവ് കടം കിട്ടാനുള്ളവർക്കുണ്ട്. അതുകൊണ്ട് കടത്തിന്റെ കാര്യം പ്രത്യേകം ഒന്ന് ഉണർത്തി എന്ന് മാത്രം. ഏതായിരുന്നാലും ഞാൻ ആദ്യമായി പറയുന്നത് ഒരു അഫ്ളലായ രൂപം പറയാം. അഫ്ളലായ രൂപം ഏതാ? പുരുഷന്മാരെ സംബന്ധിച്ച് ശരീരം ആസകലം മൂടുന്ന വെള്ളയായ 3 വസ്ത്രമാണ്. വെള്ളയായ 3 വസ്ത്രം. ഈ അരയുടുപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ കുളിക്കുന്ന സമയത്ത് തോർത്തുമുണ്ട് മാറ്റുമല്ലോ അല്ലെ, അതിനപ്പോ നമ്മൾ സാധാരണ അരയുടുപ്പ് എന്നറിയാം. അങ്ങനെ ഒരു തുണി അത് പുരുഷന്മാർക്ക് സുന്നത്തില്ല. ചില നാടുകളിലൊക്കെ ഉണ്ട്. പങ്ങൾക്ക് പരിചയമുള്ളവരൊക്കെ നിസ്സരിക്കാൻ പറഞ്ഞാൽ മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനൊക്കെ കൂടാൻ പറഞ്ഞവർ പറഞ്ഞാൽ പലവരും ചെയ്യും. ഒരു അരയുടുപ്പ് സംവിധാനം പല സ്ഥലങ്ങളിലുണ്ട്. എന്നാൽ ചിലോൽ അതിനെ ഒരു ന്യായീകരണം ചില ആലിമീങ്ങൾ നടത്തുന്നുണ്ട് എന്നും പറയുന്നു. അതായത് ഒരു അരയുടുപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഔറത്ത് കൂടുതൽ മറയാനുള്ള ഒരു സാധ്യത. എങ്കിലും കിതാബിയായി പറഞ്ഞാൽ പുരുഷന്മാർക്ക് ശ്രദ്ധിക്കണം, ഏറ്റവും കഫൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ അഫ്ളലായ ഒരു രൂപം. പിന്നെ കടക്കാരുണ്ടാവുമ്പോ ഏത് അതൊക്കെ ഇപ്പൊ ആ ചർച്ച അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മള് പൊതുവിലുള്ള ഒരു മയ്യത്തിന്റെ അഫ്ളലായ രൂപമാണ് പറയുന്നത് 3 കഫൻ തുണി. അപ്പൊ അവിടെ നിങ്ങൾക്കൊരു ഇഷ്കാലുണ്ടാവും. എന്താ അതൊക്കെ ഈ കുളിപ്പിക്കാൻ കഫൻ ചെയ്യാൻ കൂടിയവർക്കൊക്കെ ഇപ്പൊ ഇഷ്കാല് വരുമല്ലോ. കാരണം എന്തൊക്കെ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ വെക്കുന്നതിന് ഇപ്പൊ അമ്മക്കറിയില്ല. എത്രേ ആളുകള് ചിലപ്പം മയ്യത്ത് കുളിപ്പിക്കാനോ കഫൻ ചെയ്യാനൊക്കെ കൂടാത്ത എല്ലാ സ്ഥലത്തും അരയുടുപ്പുണ്ട്. സ്ത്രീകൾക്കല്ല, ഞാൻ പുരുഷന്മാരുടെ വിഷയ പറയുന്നത്. സ്ത്രീകൾക്ക് അരയുടുപ്പ് അത് ഞാൻ പറയാം, സ്ത്രീകളുടെ വസ്ത്രം പറയുന്നിടത്ത് പറയും.
പുരുഷന്മാർക്ക് 3 തുണിയാണ്. അരയുടുപ്പ്, ഇസാറ് ആർക്ക് കാണാനില്ല? കിതാബില് കാണാനില്ല, പുരുഷന്മാർക്ക് കാണാനില്ല. നേരെ മറിച്ച് സ്ത്രീകൾക്ക് അഫ്ളലായ രൂപം എന്താ? 2 കഫൻ തുണി, ശരീരം മാസകലം മറയുന്ന 2 കഫൻ തുണി, അതുപോലെ തന്നെ ഒരു നീളം കുപ്പായം, നമ്മൾ നിസ്കാര കുപ്പായം എന്നൊക്കെ അതിന് പറയും, 3, ഒരു മുഖമക്കന 4, ഒരു അരയുടുപ്പ് ഇസാറ്, അരയുടുപ്പ് 5. അപ്പൊ പുരുഷന്മാർക്ക് ഇങ്ങനെ 3. പക്ഷെ അവരെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുകൊണ്ട് കന്തൂറ, കന്തൂറ എന്നൊക്കെയും പറയാം. ആണുങ്ങളെ സംബന്ധിച്ച് നമ്മൾ സാധാരണ കന്തൂറ എന്ന് പറയും. പെണ്ണുങ്ങൾക്ക് നമ്മളതിന് കന്തൂറാന്ന് പറച്ചലില്ല. പെണ്ണുങ്ങളെ സംബന്ധിച്ച് സാധാരണ നമ്മളെ നാടൻ ശൈലി നിസ്കാര കുപ്പായം എന്ന് പറയലാണല്ലോ. ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ സാധാരണ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുന്നതിന്റെ മുമ്പേ മയ്യത്തിന്റെ മലദോരവും മുൻദ്വാരമൊക്കെ ഒന്ന് ഫിറ്റായി കിട്ടാൻ ലങ്കോട്ടി എന്ന് പറയുന്ന ഒരു കഷ്ണം തുണി കൊണ്ടൊരു പരിപാടി ഉണ്ട്. അത് എങ്ങനെയാണ് ഈ ലങ്കോട്ടി ചിറ്റേണ്ടത് എന്ന് ഇപ്പോ പറഞ്ഞാൽ മനസ്സിലാവുമോ എനിക്കറിയില്ല. കാരണം അത് കാണിച്ചു തരേണ്ട രൂപ. ചിലവർക്ക് ആ ലങ്കോട്ടി ചീന്താനൊരു പരിചയമുണ്ട്. എല്ലാവർക്കും അത് ചീന്തിയാൽ ശരിയാവൂല. ഇപ്പൊ നോക്കിയെങ്കിൽ അതുപോലെ പരിചയ. ഇപ്പൊ നമ്മൾ ഈ സമൂസ ഉണ്ടാക്കുന്ന ഓല എന്ത് കിട്ടും? നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിലും പല കടയിലും കിട്ടും. എന്നാ നമ്മൾ വന്നിട്ട് ആ സമൂസ ഒന്ന് ചുറ്റി വെക്കുന്നു. ചിലപ്പോ 4 മൂലയ്ക്ക് അത് വന്നിട്ടുണ്ടാവും. സമൂസക്ക് യഥാർത്ഥത്തിൽ 3 മൂലയാണ്. സംഗതി അതൊരു പരിചയമാണ്. അതിപ്പോ നമ്മൾ കിതാബ് നോക്കിയാൽ ഇതെങ്ങനെ ചീന്തേണ്ടത് എന്നൊന്നും ചിലപ്പം വ്യക്തമായി കണ്ടോന്നില്ല. അത് ഓരോരുത്തർ ചെയ്തു പരിചയം. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് പരിചയമുള്ളവരെ ഒന്ന് കണ്ട് അത് പരിചയിക്കണം. അല്ലെങ്കിൽ ചുറ്റിയോരി കരിയാം, എന്താണ് അതിന്റെ പേര് കാര്യമില്ല. പല ഞങ്ങളെ വൈക്കൊക്കെ അതിന് ലങ്കോട്ടി എന്ന് പറയും. ഞാൻ അവിടെ ഒരു മസാലയിലേക്ക് സൂചിപ്പിക്കാൻ, ഇതേ രൂപത്തിലാണ് ആര് കത്തേണ്ടത്? ഇസ്തിഹാലത്തുള്ള രോഗികൾ വെച്ച് കത്തണം. യോനിയിൽ പഞ്ഞി നിറച്ചതിനു ശേഷം വീണ്ടും രക്തം വരുമെന്ന് അഭിപ്രായമുണ്ടെങ്കിൽ, പ്രതീക്ഷയുണ്ടെങ്കിൽ എന്തു വേണം? ഒരു വെച്ച് കത്തുക. വെച്ച് കത്തുക പെണ്ണുങ്ങൾക്ക് ഒരു ഒറ്റ വെച്ച് കത്തലേ തരികയുള്ളൂ. ഭർത്താക്കന്മാര് ഒരു വെച്ച് കത്തുക. അവര് പറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഭർത്താക്കന്മാരേറ്റൊരു വെച്ച് കത്തലുണ്ട്. ആ വെച്ച് കത്തലല്ല, ഇസ്തിഹാലത്തുകാരിയായ സ്ത്രീകൾ വെച്ച് കത്തുക. അപ്പൊ നിങ്ങൾ മയ്യത്തിന് ലങ്കോട്ടി എങ്ങനെയാണ് ധരിപ്പിക്കേണ്ടത് അത് പഠിച്ചാല് ഇസ്തിഹാലത്തുള്ള ഭാര്യന്മാർക്കും പഠിപ്പിക്കാൻ പറ്റൊരു മസ്അല അവിടെ കിടക്കുന്നുണ്ട് എന്നപ്പ ഞാൻ പറഞ്ഞത്. ഏതായാലും ഓൺലൈനിലായതുകൊണ്ട് അതുകൊണ്ട് വ്യക്തമായി പറയാൻ സാധ്യമല്ല. കാണിച്ചു തരാൻ സാധ്യതല്ല. അതുകൊണ്ട് എന്റെ എല്ലാ ശ്രോതാക്കളും ഞാനിത് ഇഷ്കാലാക്കാൻ കണ്ട. അപ്പൊ 4 വസ്ത്രമായില്ലേ? ഇല്ല, അത് വസ്ത്രത്തിൽ പോരൂല. അത് നമ്മുടെ ഈ മുൻദ്വാരവും പിൻദ്വാരവും ഫിറ്റാക്കാൻ, ആ ദ്വാരങ്ങളിൽ നിന്ന് ഇനി വല്ലതും പുറത്തേക്ക് വരാതിരിക്കാൻ പഞ്ഞി പോലത്തത് വെച്ചിട്ട് അവരെ ഒരു ഒതുക്കം കിട്ടാനുള്ളതാണ്. അപ്പൊ അതെന്താവൂല? വസ്ത്രത്തിന്റെ വകുപ്പിൽ പെടുത്താൻ പറ്റൂല. ഞാൻ ആ ഇഷ്കാൽ തീർക്കാനാണ്. ആണുങ്ങൾക്ക് 3 വസ്ത്രം എന്ന് പറഞ്ഞത് ലങ്കോട്ടി അടക്കം 4 അവിടെ തന്നെ ഒരു മസല. നിനക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്. നല്ല സ്ത്രീകളെ കഫൻ ചെയ്ത് കഴിഞ്ഞാൽ ചില സ്ത്രീകളുടെ സഫാ മറുവ നല്ല വലിപ്പം ഉണ്ടാവും. നിങ്ങൾക്ക് മസല തിരിയാനാണ്. അപ്പൊ ചിലപ്പം കഫൻ ചെയ്താൽ ഇത് കാരണം ഇങ്ങനെ ഓയലും കാരണത്ത് ചിലപ്പോ അതൊക്കെ ഞാൻ ഫിഖിന്റെ കിതാബിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ നെഞ്ചത്തുള്ള നമ്മളെ സഫാ മറുവ 2 കുന്നില്ലേ, അത് കാരണം ഇങ്ങനെ ഓയലിനുണ്ടാവും. അപ്പൊ കഫൻ തുണി ചിലപ്പം കട്ട് ചെയ്യാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പൊ അവിടെ ഫുഖാക്കൾ പറയുന്നു, കഫൻ ചെയ്തതിന്റെ ശേഷം അങ്ങനെ മുല അധികരിച്ച സ്ത്രീകളാണെങ്കിൽ അവിടെ വീതിയുള്ള ഒരു ശീല കഷ്ണം കൊണ്ട് ഈ സ്ത്രീകളുടെ മാർബിതം ഒന്ന് കെട്ടല് സുന്നത്താണ്. നിക്ക് ബജ്ജാനല്ല, ആലൂരെ മനസ്സിലാക്കേണ്ട മനസ്സിലെ. എന്നിട്ട് എന്ത് വേണം? ഈ മയ്യത്ത് ഖബറിലേക്ക് വെച്ചാൽ, ഈ മയ്യത്ത് ഖബറിലേക്ക് വെച്ചാൽ അത് കത്തയിക്കൽ സുന്നത്താണ്. കത്തയിക്കൽ സുന്നത്താണ്. തമാശയല്ല, മസാല മനസ്സിലാക്കേണ്ടതാണ്. ഇനിയോ അങ്ങനെ ഒരു സ്ത്രീയുടെ മാറുപിടത്തിലുള്ള അത് അത്ര ഓവറൊന്നുമല്ല, സാധാരണമായിക്കൊള്ളു എങ്കിൽ അത് സുന്നത്തില്ല. അപ്പം മനസ്സിലാക്കണം. സ്ത്രീകൾ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ സ്ത്രീകളുടെ മയ്യത്ത് കഫൻ ചെയ്യുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഞാനത് സ്ത്രീകളോട് ഇതൊക്കെയും പറയാൻ കാരണം തരാം. ആണുങ്ങളാണെങ്കിൽ നമുക്ക് കേറി കൈകാര്യം ചെയ്യാം. ഇപ്പൊ നമ്മൾ മരിച്ച വീട്ടിൽ ചെന്നു, അവിടെ ആണാണ് മരിച്ചത്, ചില അബദ്ധങ്ങളൊക്കെയും കാണുന്നുണ്ട്. നമുക്ക് ധൈര്യമായി ഇങ്ങനെ മാറിക്കണം, എങ്ങനെ നിങ്ങൾ ഈ കഫൻ ചെയ്യും, നിങ്ങളൊക്കെ കഫൻ ചെയ്യാം, മാറിക്കുന്നാണ്ട് നമുക്കത് കേറി ചെന്ന് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരു പെണ്ണാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. നമുക്ക് ഓരെന്താ അതിന്റെ ഉള്ളിൽ വെച്ച് കാത്തുന്നത് അത് കാണാനേ പറ്റുള്ളൂ. ചിലപ്പോൾ സുബ്ഹാനല്ലാഹ് മയ്യത്ത് നിസ്കരിക്കാൻ നേരത്തൊക്കെ ആയിരിക്കും മയ്യത്ത് കഫൻ ചെയ്തേണ്ട അബദ്ധങ്ങൾ കാണുക. അതൊക്കെ ഇൻഷാ അല്ലാഹ് പറയുമ്പോ നിങ്ങൾക്ക് തിരിയും. അപ്പൊ പിന്നെ പള്ളിയുടെ ഉള്ളിൽ വെച്ചിട്ട് ആ മയ്യത്താവുന്ന പെണ്ണിന്റെ കഫൻ തുണി കത്തഴിക്കുന്ന രംഗങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാൻ. അപ്പൊ അതുകൊണ്ട് എന്റെ സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ ഈ വസ്ത്രത്തിന്റെ എണ്ണം പറയുമ്പോ ഇഷ്കാല് നീങ്ങാനാണ് ഞാനിത് ഈ മസ്അലകളൊക്കെയും പറയുമ്പോ നമുക്ക് ആവശ്യമായ മസ്അലകളുമാണ്. ഈ ഇഷ്കാലുകൾ തീരുകയും ചെയ്യും. ലോകത്ത് ഇൻഷാ അല്ലാഹ് പറയാം. ഞാൻ ഏതായാലും PM അയക്കല്ലിട്ടോ. ഞാൻ കൊച്ചിന് കൊയിലാണ്ടിക്ക് പോകും. കൊച്ചിന് കൊയിലാണ്ടിക്ക് പോയാൽ ഞാൻ അതിന് ഉത്തരവാദിയാവില്ല. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ പറയാം, ഒക്കെയും പറയാം. അതിൽ എത് വന്നൊരു ചോദ്യം എന്താ, തുണിക്കു പകരം എന്താണ് നാപ്പിക്കിൻസോ ഇല്ല, അത് നല്ലതല്ല. അത് നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ടതാ. ഈ തുണിക്കു പകരം, കാരണം അത് തുണിയാണ് നല്ലത്. അപ്പൊ ഇപ്പൊ പലർക്ക് ഇഷ്കാല്. എന്നാ പിന്നെ ഈ ലങ്കോത്തിക്ക് പകരം നല്ലത് എന്താണ്, ഷദ്യോ എന്തൊക്കെ അങ്ങനെ തോത്താ പോലെയാണ്. ആരൊക്കെ ഒരു മോശമല്ല, ഒരു മയ്യത്തിന്റെ ശ്രദ്ധിത്തെങ്ങാണ്ട് കബർക്ക് പറഞ്ഞേക്കണം. എങ്ങനെ നമുക്ക് ആലോചിക്കുമ്പോ തന്നെ അതൊരു ഇത് കിട്ടുന്നില്ലല്ലോ. അത് ഈ ലങ്കോത്തി തന്നെ, ആ ശീല അത് ഏകദേശം ഈ മയ്യത്ത്, വലിയ മയ്യത്ത്, വണ്ണം കൂടിയ മയ്യത്താണെങ്കിൽ അതിനനുസരിച്ച്, ചെറിയ മയ്യത്താണെങ്കിൽ അതിനനുസരിച്ച്, കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ച് ആ ശീല രണ്ട് വക്കും ചീന്തി അത് വെക്കുന്നൊരു രൂപമുണ്ട്. ഞാൻ എങ്ങനെ പറഞ്ഞാലും സമയം പോകാനല്ലാതെ അത് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട രൂപമല്ല, അത് കാണിച്ചു മനസ്സിലാക്കി തരേണ്ട രൂപമാണ്. അറിയാത്തവര് അറിയുന്നവരോട്, നാട്ടിലുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുക. അപ്പൊ ഏതായിരുന്നാലും സ്ത്രീകളുടെ മാർപിടത്തിലും മുല വലുപ്പം കൂടിയതാണ്. കഫൻ ചെയ്തതിന് ശേഷം അതിന് ഇളക്കം വരുന്നുണ്ടെങ്കിൽ വീതിയുള്ള ഒരു ശീല കഷ്ണം കൊണ്ട് അതൊന്ന് അമർത്തിക്കെട്ടുക. എന്നിട്ട് കബറിലേക്ക് മയ്യത്ത് വെച്ചാൽ അത് കത്തയിക്കും വേണം. അപ്പൊ അതും തന്നെ എന്തല്ല, വസ്ത്രത്തിൽപ്പെട്ടതല്ല. അതും തന്നെ എന്തല്ല, വസ്ത്രത്തിൽപ്പെട്ടതല്ല. കാരണം എന്താ, അത് കബറിലെത്തിയ കത്തയിക്കണം ഒന്ന്. രണ്ടാമത് അങ്ങനെ മാർപിടം അധികമല്ലാത്ത, അങ്ങനെ ഒരു ഇളക്കം വരുന്ന രൂപത്തിൽ വലുപ്പമുള്ള മുലകളൊന്നും ഇല്ലാത്ത സ്ത്രീകളാണ് എങ്കിൽ ആ കെട്ട് സുന്നത്തുല്യ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, സ്ത്രീകൾക്ക് 5 വസ്ത്രം. ഇപ്പൊ അഫ്ളലായ രൂപം പറയാണ്, 2 തുണി, ശരീരം ആസകലം മൂടുന്ന 2 തുണി, അതുപോലെ തന്നെ ഒരു അരയുടുപ്പ്, ഒരു നീളം കുപ്പായം, നമ്മുടെ ഭാഷയിൽ നിസ്കാരക്കുപ്പായം, അതുപോലെ തന്നെ മുഖമക്കന 5 എണ്ണം. പിന്നെ അതിന്റെ ഇടയിലുള്ള ലങ്കോട്ടിയും ഈ മാർപിടം കത്താനുള്ള ശീലകഷ്ണൊന്നും വസ്ത്രത്തിന്റെ കൂട്ടത്തിൽ പൊതുവെയില്ല. ആണുങ്ങൾക്ക് ശരീരം ആസകലം മൂടുന്ന 3 തുണിയും. ഇനി അവിടെ ഇരിക്കട്ടെ, നമ്മൾ തുണി അവിടെ ശരിയായിട്ടോ. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഈ ഒരു വിഷയം കുറച്ച് ഗൗരവത്തിൽ പറയാൻ, കഫൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് മലപ്പുറം ജില്ലയുടെ ഒരുപാട് ഭാഗങ്ങളിൽ, കാരണം നമ്മുടെ ക്ലാസ് റൂമിൽ പുത്തമ്പള്ളി, എടപ്പാള് ഭാഗത്തൊക്കെയുള്ള ഒരുപാട് ശ്രോതാക്കളുണ്ട്. നമ്മുടെ അലി കോത്തക്കല് പലവരുണ്ട്. അങ്ങനെ മലപ്പുറം ജില്ലയുടെ മിക്ക പ്രദേശങ്ങളിലും, തൃശൂർ തെക്കൻ ജില്ലകളിൽ പല പ്രദേശങ്ങളിലും മയ്യത്ത് കഫൻ ചെയ്യുന്നിടത്ത് വലിയ അബദ്ധം വരുന്നുണ്ട്. അതിന് ആരൊക്കെ നാട്ടിലുള്ളത് ഓരൊക്കെ ഈ മസ്അല ശ്രദ്ധിക്കണം. അതെന്താ, അതായത് ഞാൻ ആദ്യം പറയാം, അവിടേക്കും പല സ്ഥലങ്ങളിലും മയ്യത്ത് എന്റെ കണ്ണിന്റെ മുമ്പിൽ, അത്തരം സ്ഥലങ്ങളിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ട് അന്നൊരു പാതും അച്ചും വിളിയും കൂട്ടിയിട്ട് ഒരു പരിധിവരെ ഞങ്ങൾ അതിന് പരിഹാരത്തിൽ എത്തിച്ചിട്ടുണ്ട്. പൂർണ്ണമായി എന്ന് എനിക്ക് അഭിപ്രായമില്ല. അവ വയ്ക്കുന്ന വിഷയം എന്താ, ആണുങ്ങൾ മരിച്ചാൽ ആണുങ്ങൾ കുളിപ്പിക്കും, പെണ്ണുങ്ങൾ മരിച്ചാൽ പെണ്ണുങ്ങൾ തന്നെയാണ് കുളിപ്പിക്കുക. പക്ഷെ കഫൻ ചെയ്യാൻ ആരെ ഏൽപ്പിക്കും, ആണുങ്ങളെ ഏൽപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, മആദല്ലാഹ്. അതെങ്ങനെ ആലോചിച്ച് നോക്കാൻ, ഒരു പെണ്ണിനെ കൊലിപ്പിച്ച് കഫൻ ചെയ്യാൻ ആണുങ്ങളെ ഏൽപ്പിക്കുക. അവിടെ ഞങ്ങൾ അതിന്റെ സ്ത്രീകളോട് ചോദിച്ചപ്പോൾ അത് അറിയില്ല, അല്ലെങ്കിൽ മയ്യത്തിനെ പൊന്തിക്കാൽ ആരോഗ്യമില്ല, പലതും പറഞ്ഞു. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്, ഈ ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ആകെ ആ വൈക്കൊക്കെ ചെന്ന് നോക്കിയാൽ ഡൈനിങ് ഹാൾ 2 ആവശ്യത്തിനാണ്. ഒന്നെന്താ,
ഒന്ന് ചോരയിക്കാൻ, ഒന്ന് മയ്യത്തിനെ കുലിപ്പിച്ചതിന് ശേഷം കഫൻ ചെയ്യാൻ കത്താന്നാണ് അവിടുത്തെ ആ ഭാഗത്തുള്ള ദൈനിങ്ങാൽ ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോ നമ്മളെ പല ദൈനിങ്ങാലും അത്രല്ലേ, ഒരു ദൈനിങ്ങാലിന്റെ വലിപ്പത്തരെ ചിലപ്പം ഒരു വീടിന്റെ പകുതി 300, 400, 500 സ്ക്വയർ ഫീറ്റ് ദൈനിങ്ങാലുണ്ടാവും. എന്നിട്ട് അതിലാകെ എന്തിനെ പറ്റുള്ളൂ? ചോറയിച്ചാണ്. ചോറയിച്ചാൻ കുത്താൻ തല പൊന്തിക്കാൻ പറ്റൂല. ചില സ്ഥലത്തേക്കും ചെന്നാൽ പെട്ടെന്ന് ചോരയി കഴിക്കണം. കണ്ട, തല പൊന്തിച്ചാ ബെഡ്റൂമിൽക്കാ കാണാം. പിന്നെ തല അധികം താത്തിരുന്ന പെരതി കഥയും. പിന്നെ ചോറ് ബാക്കി പെരയെ പോയി വയ്ക്കാനും പറഞ്ഞ് കൈയകീറ്റ് ചിലപ്പം തടി കഴിച്ചിലാക്കല. അങ്ങനത്തെ ദൈനിങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്നാ അബൂറയ്യാന്റെ പ്ലെയിനിലെ ദൈനിങ്ങളൊക്കെ ആവശ്യം കഴിഞ്ഞാൽ റൂമാക്ക, എത്ര ആൾക്കൊന്ന് ചോദിച്ച പെങ്ങന്മാരും കുട്ടികളും വിരുന്നെന്നാ പായിത്തൊക്ക, എല്ലേനും പറ്റിയതാ. അമ്മാതെ ദൈനിങ്ങാല നമ്മളെ പ്ലേനിലെ ദൈനിങ്ങാല് ഒരു റൂമിൽക്കൊന്നും നോക്കിയാൽ കാണില്ല. പക്ഷെ അങ്ങനത്തെ പ്ലേനൊക്കെ മാറിയാൽ നല്ല പരസ്യാണ്. കുറച്ചൊക്കെ നമ്മളുമാന്റെ പുയിങ്ങല്ല ഇതൊപ്പം പച്ചരി വാങ്ങണ്ടേ അഷ്റഫെ. അപ്പൊ ഏതായിരുന്നാലും പെങ്ങന്മാരും കുട്ടികളും വന്നാ സുഖമായി പായിട്ട് കാണുന്നുറങ്ങാം. കാരണം എന്താ, ഞങ്ങളെ പല പോലെ ദൈനിങ്ങാലും പറ്റൂല. കാരണം ദൈനിങ്ങാലിൽ നിന്നാണ് റൂമിൽക്കൊക്കെ പാസേജ്. പായിട്ട് കാണാ പിന്നെ കുട്ടികളെ ചാടിക്കിടക്കേണ്ടി വരും. അപ്പൊ പെങ്ങള് ചൂടാവും, ഞാൻ വീഴുന്നപ്പോ എന്റെ കുട്ടിനെ ചാടിക്കാന്നും താത്ത ഇനി കുട്ടി വളരൂല. അതുകൊണ്ട് കുട്ടി ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ ചാടിക്കാന്ന കുട്ടികൾ വളരൂലത്രേ. അപ്പൊ മൂത്തച്ചി ചാടിക്കാന്നപ്പോ ഇളയച്ചിക്കത് പറ്റിയില്ല. എന്റെ കുട്ടിനോല്ല ദേഷ്യം ചാടിക്കാന്ന്. താത്തപ്പാവും കാറ്റല്ല, താത്തത്താന്ന റൂമിലേക്ക് പോയതാ. പക്ഷെ ദൈനിങ്ങാല കോലത്തിലായിന് മാത്രം. അല്ലെങ്കിൽ പിന്നെ ചോറയിച്ചാനേ പറ്റുള്ളൂ. ചോറയിച്ചാൽ തല പൊന്തിച്ച് ചോറയിക്കാനും പറ്റൂല. അങ്ങനെ ഒരു വിഷയം ഏതോ ഇരിക്കട്ടെ. നേരെ മറിച്ച് ദൈനിങ്ങാലിൽ ആവശ്യം കഴിഞ്ഞാൽ റൂമാക്കി തിരിക്കാം. അല്ല കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ഒരു സൈഡൊക്കെ പായിട്ട് കൊടുക്കുക. റൂമൊന്ന് നോക്കിയാൽ കാണൂലേ എന്തെല്ലാം സൗകര്യം. ചിന്തിക്കേണ്ട ഒരു വീട് പണിയിൽ കുറെ ദൈനിങ്ങാലിന് വലിയൊരു സംഖ്യ ചെലവാക്കി എപ്പോഴെങ്കിലും 4 ആള് വരുമ്പോ ചോറയിക്കാനായിട്ട് ഒരു വലിയ ഒരു സംഖ്യയാണ് ദൈനിങ്ങാലിന് അന്തം കമ്മികളാവുന്ന വീട് പണിക്കാര് ചിലവഴിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഉണർത്തി. അവിടൊക്കെ നടക്കുന്ന സംഗതി എന്താ, ഈ കുലിപ്പിച്ച റൂമിൽ നിന്ന് കുലി കയ്യാലാവുമ്പോഴേക്ക് ഇങ്ങനെ പായിത്തിട്ടുണ്ടാവും. നല്ല ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസിന്റെ ഉസ്താദന്മാർ എത്തിയിട്ടുണ്ടെങ്കിൽ റൈസാൻഡ് ചെയ്ത് മുകളിലെത്തണം. വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അലുമിനിമാര് ബന്ധപ്പെട്ടവർ അറിഞ്ഞാൽ വിവരം അറിയിക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. കാരണം സമയം അങ്ങനെ പോകുന്നോണ്ട് ആർക്കും എതിരൊന്നും ഇല്ലാന്ന് കാണുമ്പോൾ നമുക്കിങ്ങനെ പറയാനും ആവേശമാണ്. ഏതായിരുന്നാലും എന്താണ്, ഇന്ന് ഈ പായി ഇങ്ങനെ ശരിയാക്കിയിട്ടുണ്ടാവും. പായി ശരിയാക്കിയിട്ട് ഇതിലേക്ക് മാറ്റിക്കാത്തുക. ഞാൻ അവിടേക്ക് ചില ഉദാഹരണം പറഞ്ഞാല് അമ്മാതിരി അവസ്ഥകളൊക്കെ ഒഴിവാവാൻ വേണ്ടിയിട്ടുള്ള ഉദാഹരണം. സാധാരണ എന്ത് നമ്മൾ ഈ നേർച്ച അടക്കുന്ന സ്ഥലത്ത് ചോറ് വെക്കുമ്പോ നെയ്ച്ചോറ് മാറ്റിത് വെച്ച സ്ഥലത്ത് നിന്ന് ഒരു മാങ്ങിതല് എന്ന മാതിരി കാണാൻ ഈ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ പായി വിരിച്ചിട്ട് എന്റെ കണ്ണേറ്റ് കണ്ടതാ. അതുകൊണ്ട് നിങ്ങളുടെ മഹല്ലത്തിൽ അത്തരം പരിപാടികൾ ഉണ്ടെങ്കിൽ ഒരു KMIC-യുടെ പ്രവർത്തകർ, SYS-ന്റെയും SSF-ന്റെയും പ്രവർത്തകർ എന്ന നിലക്ക് നമ്മുടെ മയ്യത്ത് നാളെ പിറ്റന്ന അങ്ങനെയൊക്കെ അത് നമ്മൾ ചിന്തിക്കണ്ട്. അപ്പൊ എന്റെ നാട്ടിലൊരു മയ്യത്ത് കഫൻ ചെയ്യുന്ന ഒരു അവസ്ഥ ഇതാണ്. നാളെ പിറ്റന്നാൾ ഞാൻ മരിച്ച് കഫൻ ചെയ്യുമ്പോൾ എന്റെ ശരീരം എത്ര ആള് കാണും, എത്ര സ്ത്രീകൾ കാണും എന്ന കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് ഇതൊക്കെ ഒന്ന് നന്നാക്കാനുള്ള ചിന്ത വരിക. എന്നിട്ട് കാണാ 4 പുറത്തും കുറെ സ്ത്രീകളും ആണുങ്ങളും ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കും. ഈ പായുടെ ചുറ്റുഭാഗത്തും ഈ കുലിപ്പിച്ച റൂമിൽ നിന്ന് മയ്യത്തിനെയും കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഒരു ആ മയ്യത്തിനെ അതിലത് കടത്തിച്ച് ഒരേ പെണ്ണുങ്ങൾ പഞ്ഞിച്ചൊരുക്കുക, കുറെ ആൾക്കാർ ആണുങ്ങൾ പഞ്ഞിച്ചൊരുക്കുക, എല്ലാരും പാദം മൂതൽ. എത്ര നോക്കി നിങ്ങൾ മയ്യത്തിന്റെ ശരീരം കാണാൻ പറ്റുന്നോലും പറ്റാത്തോലും അതൊക്കെ നമ്മൾ അതിന്റെ ഗൗരവം പറഞ്ഞു. ഏതോ ഒരു കിതാബിൽ ഞാൻ കണ്ടതായി ഓർക്കുന്നു. ഞാൻ കിതാബ് പേരാണ് ഓർമ്മ വരുന്നില്ല. അതായത് ആവശ്യമില്ലെങ്കിൽ മയ്യത്തിന്റെ ശരീരം കാണൽ മൊത്തത്തിൽ ഹറാമാണ്. ആവശ്യമില്ലെങ്കിൽ മയ്യത്തിന്റെ ശരീരം കാണൽ ഹറാമാ. അപ്പൊ കാണിച്ചു കൊടുക്കലും ഹറാമാണ്. സംശയമില്ലല്ലോ. അതപ്പം മയ്യത്തിന്റെ മുഖം കാണുക പ്രത്യേക ആവശ്യം. സ്വാലിഹീങ്ങളാകുമ്പോ അടുത്ത കുടുംബക്കാര് അതൊക്കെ ചർച്ച അവിടെ ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ പൊതുവിലൊരു മയ്യത്തിന്റെ ശരീരം ആവശ്യമില്ലാതെ കാണുക അതൊക്കെ എത്ര വലിയ തെറ്റാ. എന്നിട്ട് കാണുക എല്ലാരും പാടെ കൂടിയിട്ട് കഫൻ ചെയ്യുന്നു. തെറ്റ് 100% തെറ്റ്, യാതൊരു സംശയമില്ല. എന്റെ മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തും അത് നടക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ് റൂമിൽ ഒരുപാട് മലപ്പുറം ജില്ലക്കാരുണ്ട്. പാലക്കാടുണ്ടായേക്കാം. ഞാൻ പാലക്കാട് നന്നാക്കല്ല ആലൂര്. ഞാൻ ഓതിയതും ജോലി ചെയ്തതും ഫുള്ള് മലപ്പുറം ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ പഞ്ചായത്തിൽ കെട്ടിട നമ്പർ മാത്രമേ ഉള്ളൂ.
എന്റെ ഓത്തും പതനും ഇപ്പോഴുള്ള ക്ലാസുകളും ഒക്കെ അധികം മലപ്പുറം ജില്ലയിലാണ്. പിന്നെ പാലക്കാട് ജില്ലയിൽ എന്റെ പഞ്ചായത്തിൽ എന്റെ കെട്ടിട നമ്പർ മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പാലക്കാട് ജില്ല മലപ്പുറം ജില്ലയിൽ ഈ അവസ്ഥ ഇഷ്ടംപോലെ നമ്മുടെ കൺമുമ്പിൽ കണ്ടതാ. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല, തെക്കൻ ജില്ലകളിലല്ല ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കുളിപ്പിക്കുന്നത് വീടിന്റെ പുറത്ത്. എന്നിട്ട് കുളിപ്പിക്കൽ കഴിഞ്ഞ് മുറ്റത്തൊക്കെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടാവും. അതിന്റെ ഇടയിൽ കൂടെ മയ്യത്തിനെ കഫൻ ചെയ്യാൻ അകത്തേക്ക് കൊണ്ടുവരികയാണ്. എത്ര ആളാണ് ഈ മയ്യത്തിന്റെ ശരീരം കാണുന്നത്? ഇനി ഔറത്ത് മറച്ചു എന്ന് വെക്കുക. ചിലപ്പോ മയ്യത്തിന്റെ തല മറച്ചിട്ടുണ്ടാവൂല, മുഖം മറച്ചിട്ടുണ്ടാവൂല, രണ്ട് ചെരുപ്പരിക്കാല് മറച്ചിട്ടുണ്ടാവൂല. ഇതിലേക്കൊന്നും നോക്കാൻ പാടില്ല. അതാ ഞാൻ ഇതിന്റെ വിഷയത്തിന്റെ ഗൗരവം തിരിയാൻ എന്ത് പറയുന്നത്, മയ്യത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗവും കാണൽ ഹറാമാണ് എന്ന് വരെ ഫുഖഹാക്കൾക്ക് അഭിപ്രായം. മുഅ്തമദല്ലെങ്കിലും ഔറത്ത് കാണൽ ഹറാമ്, അന്യ സ്ത്രീ അന്യ പുരുഷനെ കാണൽ ഹറാമ്, അന്യ പുരുഷൻ അന്യ സ്ത്രീയെ കാണൽ ഹറാമ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു അവസ്ഥ നമ്മൾ മാറ്റിയെടുക്കണം. ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോഴാണ് പലവരും പറയാ കുളിപ്പിച്ചത്തെ എങ്ങനെ ഉസ്താദെ കഫൻ ചെയ്യുക. അവരെയാണ് ഇപ്പൊ നമ്മളെ ചർച്ച നടക്കുന്നത്. കുളിപ്പിച്ചേടത്തെ എങ്ങനെയാണ് കഫൻ ചെയ്യുക? അത് കിതാബ് നോക്കിയാൽ കിട്ടൂല. അത് കിതാബ് നോക്കിയാൽ കിട്ടൂല. അത് നമ്മള് പരിചയ സമ്പന്നരുടെ ഒപ്പം നിന്ന് പരിചയിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ പലരും പറയാം കുളിപ്പിച്ച കത്തുമ്പോ വെള്ളം ഉണ്ടാവൂലേ, അപ്പൊ ഇനിയിപ്പൊ കഫൻ തുണി അതിനകത്ത് ഇട്ടാൽ ആ കഫൻ തുണി നനിയിൽ അടക്കം ശരിയാണ്. പക്ഷെ നമ്മൾ പഠിക്കണം, അതൊരു പരിചയമാണ്. ഞാൻ ആദ്യം പറയാം, ആദ്യം ഇത് കഫൻ തുണി ഇത് ശരിയാക്കുക. മയ്യത്ത് അവിടെ കുളിപ്പിക്കത്തെ, മയ്യത്ത് ഇപ്പൊ ഇങ്ങനെ കുളിപ്പിക്കുന്നതെന്ന് കൂട്ടിക്കോളി. ഇപ്പൊ സാധാരണ വീട്ടിലേക്ക് അങ്ങനെയൊക്കെ അവരകത്തൊരു വിഭാഗം കുളിപ്പിക്കത്തെ, പുറത്ത് നമുക്കൊരു വിഭാഗത്തിൽ നമുക്ക് കഫൻ തുണി ശരിയാക്കാം. ഞാൻ പറയുന്ന കോലം അതിലധിക്ക് കാണിച്ചു തരേണ്ട രൂപമാണ് സാധാരണക്കാർക്ക്. പക്ഷേ ഞാൻ ഈ പറയുന്നതിൽ നിന്ന് നിങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കണം. ഇപ്പൊ സാധാരണക്കാരി നമ്മൾ വെറും കഫൻ തുണിയിൽ പോയിട്ട് മയ്യത്തിനെ പള്ളിക്ക് കൊണ്ടുപോകില്ല. അതിന് പറ്റാവുന്ന ഒരു പായ അല്ലേ, നല്ലൊരു പായ. അത് ആ പായെന്ന് ആയിക്കോട്ടെ, നമ്മൾ വരിയും കൂടിയൊന്നും ഇല്ലാത്ത പായ വാങ്ങുക, നല്ല അച്ചിപ്പായ വാങ്ങിക്കോട്ടെ, നല്ല സുഖ. പള്ളിക്കല ഉസ്താദുമാർക്ക് കിടക്കാൻ നല്ല സുഖം ഉണ്ടാവും. അച്ചിപ്പായാന്റെ ഒരു പായുണ്ട്, നല്ല വില. ഇപ്പൊ 350-400 രൂപ പായക്ക് വില ഉണ്ട്, 500 രൂപ അടുത്ത് വില ഉണ്ട്. നല്ല മിൻസായിരിക്കും, വെള്ള കളറും ആയിരിക്കും. അത് കണ്ടിട്ടുണ്ടാവുമല്ലോ. 1000 രൂപ എന്താ മാഷാ അല്ലാഹ് ആയിക്കോട്ടെ. എന്നാലും പള്ളിക്കല ഉസ്താദുമാർ ചിലവരുണ്ടാവും ബെഡിലൊന്നും കിടക്കാത്ത ഉസ്താദുമാർ. ആ ഉസ്താദ് അങ്ങനെ ഒരു ആലിമ് കിടക്കട്ടെ, ഉപ്പാക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തൊരു പായല്. അത് കിട്ടാനില്ല ഉസ്താദ്, അതും ശരിയാണ്. ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചിരുന്നത് കിട്ടാനില്ല. ഏതായിരുന്നാലും ഈ വരിയും കൂടിയുള്ളത് ആവുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല. നമ്മൾ പള്ളിക്കൾക്ക് കൊണ്ടുപോയ പായ പിന്നെ തിരിച്ചു കൊണ്ടുവരൂലല്ലോ. അപ്പൊ അത് പള്ളിക്ക ഉപയോഗിക്കാൻ പറ്റിയതാക്കുക. ഏതായാലും പായ ആയാലും വിരിപ്പായാലും പുതപ്പായാലും അതാദ്യം നിർത്തി വെക്കുക, നല്ലൊരു കത്തുമ്പോ നിർത്തി വെക്കുക. എന്നിട്ട് എന്ത് വേണം, ഈ മയ്യത്തിന് 3 കത്താണ് വരിക അല്ലെ. കാലിന്റെ ഭാഗത്തൊരു, ഇതൊക്കെ സൗകര്യത്തോ ഇങ്ങനെ തന്നെ ചെയ്യൽ നിർബന്ധാനല്ല പറയുന്നത്. പെട്ടെന്ന് കുളിപ്പിച്ചേടത്ത് വെച്ച് മയ്യത്ത് കഫൻ ചെയ്ത് ആ കുളിപ്പിക്കുന്നവർ മാത്രം ആ മയ്യത്തിന്റെ ശരീരം കണ്ട് ഇനി മറ്റൊരു സ്ത്രീ പുരുഷന്മാരെന്നും ഈ മയ്യത്തിന്റെ ശരീരം കാണാതിരിക്കാനുള്ള ഒരു രൂപരേഖയാണ് ഞാൻ പറയുന്നത്. ഇതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ ഇതിനേക്കാൾ നല്ല കോലങ്ങൾ വേറെ ഏതെങ്കിലും ഉസ്താദുമാരുടെ കൈവശമുണ്ടെങ്കിൽ പറയാം. കാരണം കഫൻ ചെയ്യണം എന്നേ ഉള്ളൂ. ഈ രൂപമൊന്നും കിതാബിൽ കാണൂല. ഏത് ഇപ്പൊ അതിന്റെ ഈ ഒരു പ്രത്യേകമായ രൂപം ഇരിക്കട്ടെ, പായ. ഇനി നമ്മൾ കാലിന്റെ ഭാഗത്തൊരു കെട്ട് കൊടുക്കണം, അരയുടെ ഭാഗത്തൊരു കെട്ട് കൊടുക്കണം, തലയുടെ ഭാഗത്ത് 3 കെട്ടും കെട്ടിനാൽ നമ്മളെ ഭാഗത്ത് നമ്മൾ കേട്ടിട്ടില്ല. അതിനെന്ത് ചെയ്യാ, ആ കെട്ടാനുള്ള ശീല കഷ്ണം ഈ പായയുടെ കാലിന്റെ ഭാഗത്തും നടുവിലും തലയുടെ ഭാഗത്തും കൊടുക്കുക. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, കാലിന്റെ ഭാഗത്തും തലയുടെ ഭാഗത്തും കെട്ടാനുള്ള വലിപ്പം കൂടുതൽ വേണ്ട. കാരണം അത് ഈ കഫൻ തുണി ചുരുട്ടി പിടിച്ച് കത്താനുള്ളതാണ്. ചിലപ്പം ഏത് ഊരയുടെ ഭാഗത്ത് കത്താനുള്ളത് നല്ല കുമ്പക്കുള്ള ആൾക്കാരാണ്, നല്ല കുമ്പയുള്ള ആൾക്കാരാണെന്ന് വെക്കുക. അപ്പൊ ചിലപ്പം വലിയ കയറ് വാണ്ടി വരും. അതൊക്കെ സന്ദർഭത്തിനനുസരിച്ച് ഇത്. എന്നിട്ട് അതിന്റെ മേലെ എന്ത് ചെയ്യുക, ഈ കഫൻ തുണി വിരിക്കുന്നതിന്റെ മുമ്പേ ശ്രദ്ധിക്കുക. ഇന്ന് സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരവസ്ഥ, ഈ പായയിൽ വെച്ച് ഈ കഫൻ തുണിയൊക്കെ എന്ത് ചെയ്യും, 2 ഭാഗത്തൊക്കെ ഒരു ചുരുത്തലുണ്ട്. എന്നിട്ട് തീയ് പുകപ്പിക്കുന്ന ഒരു പരിപാടി എങ്ങനെയാണ്, ഈ പായ എങ്ങനെ നേരെ ഈ പായയുടെ ഉള്ളിൽ കഫൻ തുണി ഉണ്ടാവും. എന്നിട്ട് ഈ തീയുള്ള ചട്ടിയുടെ ഭാഗത്തേക്ക് ഈ പായ കാണിക്കും. അപ്പൊ അതിന്റെ മുകളിലേക്ക് അതിന്റെ ഉള്ളിൽ കൂടെ പുക ഇങ്ങനെ
പോകുന്നുണ്ടാവും. പക്ഷെ അത് എല്ലാ ഭാഗത്തേക്കും ആ പുക തട്ടിക്കോന്നില്ല. ഏറ്റവും നല്ല വശം ഞാൻ പറഞ്ഞുതരാം. മയ്യത്തുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളെയും, പഞ്ഞിയും അതുപോലെ തന്നെ കഫന്തുനിയും, നിസ്കാരക്കുപ്പായ ഉണ്ടെങ്കിൽ അതും, മുഖമക്കൻ ഉണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ ലങ്കോട്ട് ഉണ്ടെങ്കിൽ അതും, അരിയുടുപ്പുണ്ടെങ്കിൽ അതും എല്ലാം ശരിയായ രൂപത്തിൽ പുകപ്പിക്കണം. എന്തുകൊണ്ട്? നല്ല സുഗന്ധമുള്ളത്. നമ്മുടെ നാട്ടിലേക്ക് സാധാരണ ഉലുവാൻ, മണിക്കൊന്തിരിക്കം, അതായത് കൽപ്പൂരം, പലവരും പലതും ഉപയോഗിക്കുന്നു. നല്ല പുകപ്പിക്കാൻ പറഞ്ഞാൽ അതിങ്ങോട്ട് കരി വാലിപ്പിക്കാനുള്ള മയനാക്കല്ല. നല്ല അതിന്റെ ആ സുഗന്ധം അതിന്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രൂപത്തിൽ മൊത്തം കഫൻ തുനിയും പഞ്ഞിയും എല്ലാം പുകപ്പിക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ വിരിച്ച പായ ഉണ്ടല്ലോ, ഈ പായയിൽ ഇപ്പം 3 നൂല് അഥവാ കയറ് 3 ഭാഗത്തായി നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലായി ഫസ്റ്റിലൊരു തുണി വിരിക്കുക. സാധാരണ കിതാബിലൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ഏറ്റവും നീളം കൂടിയതും നല്ലതുമായത് ആദ്യം വിരിക്കുക. പക്ഷെ അതിപ്പോ ഇന്നിപ്പോ നമ്മൾ ആരുമില്ല. കാരണം നമ്മളിപ്പോ ഒരു കഫൻ തുണി എടുക്കാൻ പോയാൽ ഒക്കെ ഒരേ രൂപത്തിലുള്ള 3 കഷ്ണം തുണിയായിരിക്കും. കാരണം ഒരു ശീലം വന്ന് 3 കഫൻ തുണി എടുക്കാൻ, അല്ലെങ്കിൽ 2 കഫൻ തുണി എടുക്കാൻ ഒക്കെ ഒരേ വലുപ്പമായിരിക്കും. അപ്പൊ അത് ഫിഖിന്റെ കിതാബിലൊക്കെ അവിടെ കാണാം. ഈ 3 നിന്ന് ഏറ്റവും നല്ലതും മുന്തിയതും വീതി കൂടിയതും നീളം കൂടിയതും ആദ്യം വിരിക്കുക എന്നൊരു സുന്നത്ത് കാണാം. പക്ഷെ ഇന്നും ആ ഒരു സുന്നത്തിന്റെ ഒരു അവസ്ഥ കാണാനില്ല. 3 ഒരേ വലുപ്പം, ഒരേ തുണിമെന്ന് മുറിച്ചത്, ഒരേ നിറം. അപ്പൊ അതുകൊണ്ട് പിന്നെ ആ വിഷയം നമ്മൾ ചർച്ചക്കിടണ്ട. അങ്ങനെ വിരിച്ചു. ഒരു കഫൻ തുണി രതിക്ക് പായയുടെ മുകളിൽ വിരിച്ചു. എന്നിട്ട് രതിക്ക് കൽപ്പൂരം. ഈ കൽപ്പൂരാണ് നല്ലത്. കാരണം മറ്റ് സുഗന്ധങ്ങളെ ഈ ശരാതിരിക്കാൻ മരിച്ചു കഴിഞ്ഞാൽ മാംസം പുഴുക്കൾക്കുള്ളതാണ്, എല്ല് മണ്ണിനുള്ളതാണ്. അല്ലേ? ഞാനിപ്പോ നമ്മുടെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് രതിക്ക് ഈ കഫൻ തുണിയുടെ മുകളിൽ ഇത് രതിക്ക് ഇത്. എന്നിട്ട് 2ാമത്തെ തുണി വീണ്ടും വിരിക്കുക. അതിന്റെ മുകളിലും കൽപ്പൂരം രതിക്ക് പൊടിച്ച് രതിക്ക് വിതരുക. 3ാമത്തെ തുണിയും എന്താക്കുക? വിരിക്കുക. എന്നിട്ട് എന്താക്കുക? ഈ 3ാമത്തെ തുണിയുടെ മുകളിലും രതിക്ക് കൽപ്പൂരം ഉപയോഗിക്കുക. എല്ലാവരും ശ്രദ്ധിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ. ഇന്ന് ഞാൻ ഈ ക്ലാസ് ഇന്ത്യൻ ടൈം ഏകദേശം 11:15 എടുക്കുന്നു. ചിലപ്പം ഇന്ന് വൈകുന്നേരത്തെ എനിക്ക് വേണ്ടി ഇങ്ങനെ തയ്യാറായേക്കാം. അല്ലെങ്കിൽ നാളെ രാവിലേക്കൊക്കെ എനിക്ക് വേണ്ടി ഇത് തയ്യാറാക്കുന്ന ഒരു വിഭാഗം എന്റെ നാട്ടിലുണ്ടാകും. ഇത് നമ്മുടെ മുഴുവൻ ശ്രോതാക്കളും ശ്രദ്ധിക്കണം. ഏതായാലും ഈ ക്ലാസിന്റെ ശ്രോതാക്കളോട് ആത്മീയമായ ഒരു വശം ഞാൻ ഇടയിൽ ഉണർത്തുകയാണ്. അത് നിങ്ങൾ പലപ്പോഴും പല സമയത്തും കേട്ടിട്ടുണ്ടാവും. അഥവാ ഈ കഫൻ തുണി ശരിയാക്കുമ്പോ നമുക്കൊരു ഓർമ്മ വേണം മോമിനീങ്ങളെ. അതെന്താ? ഈ മയ്യത്തിനെ ഖബറിലേക്ക് വെച്ച് മുങ്കൽ നക്കീർ വരുന്നതിനു മുമ്പ് റൗമാൻ എന്ന് പറയുന്ന ഒരു മലക്ക് ഖബറിൽ വരുമത്രേ. എന്നിട്ട് റൗമാൻ എന്ന് പറയുന്ന മലക്ക് അലൈഹിസ്സലാം ആ മയ്യത്തിനോട് പറയുമത്രേ, ഏതോ നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത എല്ലാ തമ്മാടിത്തരങ്ങളും എല്ലാ നന്മകളും എഴുതിരിക്കാതാക്ക് എന്ന് പറയും. ആ സമയത്ത് ഈ മയ്യത്ത് പറയും, ഞാൻ എഴുതാനുള്ള കടലാസ് കൊണ്ടുവന്നിട്ടില്ല, എഴുതാനുള്ള പേന ഞാൻ കൊണ്ടുവന്നിട്ടില്ല, മഷി ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുമ്പോ റൗമാൻ അലൈഹിസ്സലാം എന്ന് പറയുന്ന മലക്ക് ആ മയ്യത്തിനോട് പറയും, നിന്റെ കഫൻ തുണി കടലാസാക്കിക്കോ, നിന്റെ വിരൽത്തുമ്പ് പേനയാക്കിക്കോ, നിന്റെ തുപ്പ് നീര് മഷിയാക്കിക്കോ. അങ്ങനെ ഈ കഫൻ തുണിയിൽ നിന്നൊരു കഫൻ തുണി എടുത്ത് ഈ മയ്യത്ത് അവന്റെ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ നന്മകളും, അവൻ ചെയ്ത മുഴുവൻ തമ്മാടിത്തരങ്ങളും മുഴുവൻ തിന്മകളും എഴുതിരിക്കാതാക്കുന്നതാണ്. അത് ഈ കഫൻ തുണി ശരിയാക്കുമ്പോ, നമ്മളൊരു മരിച്ച വീട്ടിൽ ചെന്നിട്ട് ഒരു കഫൻ തുണി ശരിയാക്കുമ്പോ നമുക്ക് ഓർമ്മ വരേണ്ട കാര്യ. അതുകൊണ്ടാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ മകനോട് ചെയ്ത ഒരുപാട് വസിയ്യത്തുകളിൽ ഒരു വസിയ്യത്ത് കാണാം, മോനെ നീ കല്യാണ വീടുകളിൽ പങ്കെടുക്കരുത്, നീ മരണ വീട്ടിൽ പങ്കെടുക്കണം. കാരണം കല്യാണ വീട്ടിൽ പങ്കെടുക്കുമ്പോ ആഖിറത്തിലെ ചിന്ത മറന്നുപോകും. മരണ വീട്ടിൽ പങ്കെടുക്കുമ്പോ ആഖിറത്തിലേക്കുള്ള ചിന്ത കൂടും. പക്ഷേ ഇന്ന് മരണ വീട്ടിലും
കല്യാണ വീട്ടിലും ആഖിറത്തെ ചിന്തിപ്പിക്കുന്ന ഒരു സംഗതിയും കാണുന്നില്ല. മരിച്ച വീട്ടിൽ വരെ രാഷ്ട്രീയ ചർച്ചകളും ഗ്രൂപ്പ് ചർച്ചകളും പത്രം വായിക്കലും വാട്സപ്പും ഫേസ്ബുക്കുമായി കാലം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു മരിച്ച വീട്ടിൽ ചെന്ന് ഒരു കഫൻ തുണി ശരിയാക്കുമ്പോ അല്ലെങ്കിൽ കഫൻ തുണി ശരിയാക്കുന്നത് കാണുമ്പോ റബ്ബേ എന്റെ സുഹൃത്തിന്റെ നന്മ തിന്മ എഴുതാനുള്ള കടലാസാണല്ലോ ഇത് എന്ന കാര്യം നമ്മളാരും മറന്നു പോകരുത്. അപ്പൊ അതുകൊണ്ട് ആ 3 തുണിയും അവിടെ വിരിച്ചു. ആദ്യം പുകപ്പിച്ചു, എന്നിട്ട് ഓരോ തുണിയിലും കൽപ്പൂരം ഇട്ടുണ്ടാക്കി നമ്മൾ റെഡിക്ക് അതിനെ ഇതാക്കി അങ്ങനെ 3ാമത്തെ തുണിയും വെച്ചു. എന്നിട്ട് എന്താക്കുക, ഈ ലങ്കോട്ടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇത് ഞാൻ ഇങ്ങനെ പറയാത്തോ കാഞ്ചേരന്റെ കാര്യമാണെന്ന് പ്രത്യേക ഉണർത്തുകയാണ്, എന്നാലും പറഞ്ഞാൽ തരും. ആ ലങ്കോട്ടി മനസ്സിലായവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ആ ലങ്കോട്ടി എന്ന് പറയുന്ന സാധനം ഏകദേശം ഇതിന്റെ മധ്യഭാഗത്തിലായിട്ട് വെക്കുക. മയ്യത്തിനെ നേരെ ഇതിലേക്ക് കടത്താൻ പോവുകയാണ്. കുലിപ്പിച്ച കത്തിലിൽ കിടന്ന് മയ്യത്തിനെ കഫൻ ചെയ്യാൻ പോകാനാണ് ഇപ്പൊ ഇതൊക്കെ ശരിയാക്കുന്നത്. ആ വെച്ച് അതിന്റെ ചിറ്റേണ്ട ഭാഗവും കെട്ടേണ്ട ഭാഗമൊക്കെ കണക്കാക്കി എന്താക്കുക, ഈ ലങ്കോട്ടിന് നടുവിൽ വെക്കുക. പഞ്ഞി അതിൽ വെക്കണ്ട. നമ്മൾ ഇനി ശരീരത്തിന്റെ ദ്വാരങ്ങളിലും സുജൂദിന്റെ സ്ഥലങ്ങളിലും വെക്കേണ്ട പഞ്ഞി അതിൽ വെക്കണ്ട. അപ്പൊ നമ്മൾ ഇവന് മയ്യത്തിനെ കടത്തുമ്പോ പഞ്ഞി മയ്യത്തിന്റെ അടിയിൽ പോരും. പഞ്ഞി വേറെ ഗതിക്ക് ചീന്തി ശരിയാക്കി എന്താക്കുക, ഈ പുകപ്പിച്ചവിടെ വെക്കുക. അത് സെപ്പറേറ്റ് വെക്കലായിരിക്കും നല്ലത്. ഈ കഫൻ തുണിയിൽ ഇട്ടുങ്ങാണ്ട് ഈ പായന്റെ ഉള്ളിൽ ചുറ്റുന്ന ഒരവസ്ഥ പല നാടുകളിലും കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ മയ്യത്തിനെ അതിലാണ്ട് കടത്തുമ്പോ മയ്യത്തിന്റെ അടിയിൽ പെടും പഞ്ഞി. അപ്പൊ പഞ്ഞെടുക്കാൻ വീണ്ടും മയ്യത്തിനെ പൊന്തിക്കേണ്ടി വരും. ഇതൊക്കെ ഒന്ന് സാന്ദർഭികമായി പറയാൻ. ഇതൊക്കെ ചെയ്തതിന്റെ ശേഷം എതിക്ക് സുഗന്ധം ഉപയോഗിക്കുക. നല്ല സുഗന്ധം, എത്രത്തോളം നല്ല സുഗന്ധം. ഇപ്പൊ അത് അവനവന്റെ കുടുംബ മിത്രാദികൾ, എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ ഉമ്മ അമിതമായ കാശിന് വേണ്ടി സുഗന്ധം വാങ്ങുമ്പോ വാരിസീങ്ങളുടെ സമ്മതത്തിന്റെ വിഷയം വരും. ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഏതായിരുന്നാലും നല്ല സുഗന്ധം. ഒരു കാരണവശാലും ഈ നജസുമായി ബന്ധമുണ്ട് എന്ന് തോന്നുന്ന ഒരു സുഗന്ധം ഉപയോഗിക്കാതിരിക്കുക. വാപ്പ മരിച്ചിരിക്കുന്നു. ഞാൻ ഇപ്പൊ വാപ്പാന്റെ മയ്യത്ത് ഒലിപ്പിക്കാൻ ഗൾഫിന്ന് ട്രെയിന് കയറിയാണ്, വിമാനം കയറിയാണ്. നല്ല രാജ ബ്ലൂത്തന്നെ ആയിക്കോട്ടെ, വാപ്പ നല്ല സ്മെല്ല്, അങ്ങനെ നല്ല സുഗന്ധമുള്ള ഈ സ്പ്രേ ഉണ്ടാവും, രാജ ബ്ലൂത്ത് എന്നൊക്കെ മാനത്ത്. ചിലപ്പോ എന്തായിരിക്കും, ലോകം മുഴുവൻ വാസനിക്കും. അപ്പൊ അതുകൊണ്ട് ഈ നജസാണെന്ന അഭിപ്രായ വ്യത്യാസമുള്ള സ്പ്രേകളും അത്തറുകളൊക്കെ ഒഴിവാക്കി നമുക്ക് ഏകദേശം ഉറപ്പ് തോന്നുന്ന നല്ല സുഗന്ധൊക്കെയും ഈ പഞ്ഞിയിലും അതുപോലെ തന്നെ കഫൻ തുണിയിലും ഒക്കെയാക്കി പുകപ്പിക്കാൻ പറ്റാവുന്നത് ഉലുവാനും മണിക്കുന്തിരിക്കാൻ തന്നെ അയക്കുവാന്ന് അങ്ങനൊന്നുമില്ലട്ടോ. അതൊക്കെ നമ്മളെ നാടുകളിൽ വരുന്ന ഓരോ വിഷയങ്ങളുണ്ട്. അപ്പൊ അത് ഈ കൽപ്പൂരം നല്ലതാണ് എപ്പോഴും. അതിനിപ്പോ മയ്യത്തിന്റെ ദേഹത്ത് വിതറുന്ന മസാല വേറെ വരുന്നുണ്ട്. അതിപ്പോ ആദ്യം കഫൻ തുണി ശരിയാക്കട്ടെ. മയ്യത്ത് കഫൻ തുണിയിലേക്ക് വരുന്നതിന്റെ മുമ്പേ മയ്യത്തിന്റെ ദേഹത്തിൽ എന്താണ് കൽപ്പൂരം വിതറേണ്ട മസാലയുണ്ട്. അതൊന്നും പല നാടുകളിലും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇൻഷാ അല്ലാഹ് കുളിപ്പിക്കുന്നവർക്കൊക്കെയും ഇത് കഴിഞ്ഞാൽ പറയും, ഇതൊന്നും ഞങ്ങളെ നാട്ടിൽ ചെയ്യുന്നില്ല എന്ന് പലവരും പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രോതാക്കള് സംശയമുള്ളവര് നല്ലവണ്ണം തീർക്കണം. ഈ പറയുന്നതൊക്കെ ഒരു നല്ല രൂപവും സുന്നത്തായ രൂപവുമാണ്. ഇതൊന്നും ഇല്ലാതെ ഒരു 3 കഫൻ തുണിയിൽ നേരാണ്ട് പൊഴിഞ്ഞാലും ഫറള് വീടും എന്ന് പ്രത്യേകം അറിയുന്നു. പക്ഷെ നമ്മളിതൊക്കെ ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുത്താൽ നമ്മളെ ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. അതപ്പോ അതിൽ മെച്ചം ഏതോ ഇരിക്കട്ടെ ആക്കി. എന്നിട്ട് എന്താക്കുക, ഇപ്പം പായ വിരിച്ചു, അതിന്റെ മേലെ 3 കഷ്ണം തുണി 3 ഭാഗത്തായി നൂല് കെട്ടാനുള്ള കയറ് ശീലമെന്ന് നാടന്റെ ശീല ചീന്തിട്ട് തന്നെ നമ്മൾ ഇടുക. അത് ചെയ്തു. 3 കഫൻ തുണി വിരിച്ചു. ഇനി എന്ത് ചെയ്യുക, 2 ഭാഗത്തു നിന്നും ഈ കഫൻ തുണി ഈ പായ അടക്കണ്ട് മടക്കുക. ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാ പറഞ്ഞത്, ഒന്നായിട്ടത് മടക്കല്ല. ഈ അപ്പന്ത് ഈ മയ്യത്തപ്പം എന്നൊരു അപ്പന്ത്, അതായത് അത് ഇവിടെ പറയാൻ പറ്റിയൊരു ഉദാഹരണമാണ്. ഈ ചില ഹോട്ടലുകളിലേക്കും ചെന്നാൽ കാണാം മയ്യത്തപ്പം എന്നൊരു അപ്പം കിട്ടും. അതായത് ഈ മൈദ വെച്ച് ആദ്യം ദോശ ചുറ്റ്, എന്നിട്ട് അതില് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടുങ്ങാണ്ട് ഇങ്ങോട്ട് ചുരുത്തിങ്ങാണ്ട് കാണാം ഷോക്കേസിൽ ഇങ്ങനെ വെച്ചിട്ട് അതിന് മയ്യത്തപ്പം എന്നാ ഞങ്ങളെ വൈക്കൊക്കെ അതിന് പേര് പറയാം. അങ്ങനെ മയ്യത്തപ്പം ചുരുത്തിയ മാതിരി ഇത് ചുരുത്തിയാൽ വിഷമാണ്. മയ്യത്തപ്പം ചുരുത്തും പോലെ അല്ല ചുരുത്തേണ്ടത്. എന്താ വേണ്ടത്, 2 ഭാഗത്തുനിന്നും ചുരുത്തുക.
നമ്മളിപ്പോ ഈ ഭാഗത്തുനിന്നും ചുരുത്തി, വലഭാഗത്തുനിന്നും പൗതി അത് ചുരുത്തി, ഇടതു ഭാഗത്തു നിന്നും പൗതി ചുരുത്തി. അപ്പൊ ഇനി ഇതിപ്പോ നമ്മൾ പറയാൻ പോകുന്ന രൂപത്തിൽ വെക്കാൻ നല്ല സൗകര്യം കിട്ടും. അങ്ങനെ ചുരുത്തിയിട്ടൊരു കയറ് കൊണ്ട് തൽക്കാലം ഇനി അത് നിവലാതിരിക്കാൻ, നീരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താക്കുക ഒരു കെട്ടുക. ഇപ്പൊ കഫൻ തുണി ഇവിടെ ശരിയായി, നല്ല ശ്രദ്ധിക്കണം. കഫൻ തുണി ഇവിടെ ശരിയായി, അവിടെ ഇരിക്കട്ടെ. അപ്പൊ കുളിപ്പിക്കല് കഴിഞ്ഞു. അപ്പൊ ഔത്തെന്ന് പറഞ്ഞു കുളിപ്പിക്കല് കഴിഞ്ഞു. മയ്യത്തിനെ ശരിയായ രൂപത്തിൽ തോർത്തി. ഇവിടെ കഫൻ തുണി ശരിയായ രൂപം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ മൈക്കെടുത്ത് ചോദിക്കാം, യാതൊരു വിരോധവുമില്ല. വിഷയം ഭംഗിയായി പറയാൻ വേണ്ടിയിട്ടാണ്. 1-2 മഹല്ലത്തിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ KMIC-യിൽ പറഞ്ഞ അതേ രൂപത്തിൽ മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞ സന്തോഷം ഒരുപാട് മുഅ്മിനീങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇത്ര കാലം ഞങ്ങളുടെ നാടുകളിൽ ഇല്ലാത്ത ഒരു പ്രത്യേക രൂപത്തിൽ തന്നെ കുളിപ്പിച്ചു. ആരും എതിർപ്പൊന്നും പറഞ്ഞില്ല. ആരാ പത് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചു. ക്ലാസ് റൂമിനെ ഒരു പരിചയപ്പെടുത്തി കൊടുത്തു. അള്ളാഹു ഈ ക്ലാസ് റൂമിന്റെ മുഴുവൻ പ്രവർത്തകർക്കും നാളെ ഖബറിൽ ഉപകരിക്കുന്ന ഇൽമ് പ്രചരിപ്പിക്കാൻ തൗഫീക്കിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനെ കഫൻ തുണി ഇപ്പൊ ശരിയായ രൂപം ഉണ്ടല്ലോ അല്ലെ? 2 പായ ഒന്നായിട്ട് മയ്യത്തപ്പം ചുരുത്തും പോലെ ചുരുത്തരുത്. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്ന രൂപത്തിൽ പയക്കും. 2 ഭാഗത്തുനിന്നും പൗതിച്ച ചുരുത്തുക. അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ബുദ്ധിയുള്ളവർക്ക് എന്തിനിത്രയേറെ കാര്യം മനസ്സിലാക്കാൻ അല്പവാചകം പോലെ അവിടെ വെച്ചു. അതാ കുളിപ്പിച്ചു കഴിഞ്ഞു, നല്ലവണ്ണം തോർത്തി. എല്ലാം തോർത്തി കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക, സ്ത്രീകളാണെങ്കിൽ അവരുടെ തലമുടി എന്ത് വേണം? വാർന്ന് മുതഞ്ഞു കൊടുക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുണ്ടല്ലോ അല്ലെ? സ്ത്രീകൾ സാധാരണ നമ്മൾ ഈ സ്ത്രീകൾ പുതുനാരിയായി ചമഞ്ഞു നിൽക്കുമ്പോ അല്ലെങ്കിൽ എങ്ങോട്ടേക്കും പോകുമ്പോ തലമുടി വാർന്നിട്ട് 3 ഇതലായിട്ടല്ലേ, 3 ഇതായിട്ട് ഇങ്ങനെ വാർന്നിടൂലെ, അതേമാതിരി വാർന്നിടണം സ്ത്രീകൾ. പുരുഷന്മാര് പിന്നെ അങ്ങനെ വാർന്നിടാനുള്ള മുടി ഉണ്ടാവൂലല്ലോ, അതായിരിക്കട്ടെ. എന്നിട്ട് എന്താക്കുക, മയ്യത്തിന്റെ ദേഹത്തിൽ നല്ലോണം കൽപ്പൂരത. നല്ലോണം കൽപ്പൂരത എന്ന് പറഞ്ഞാൽ ആകെ ചിലപ്പം ഇപ്പിലത്തെ മാതിരി ധ്യാനമായനാക്കല്ല. അത് പല നാടുകളിലും അത് ചെയ്യുന്നില്ല. മയ്യത്തിന്റെ കഫൻ തുണിയിലൊക്കെയും കൽപ്പൂരം വെതരും. മയ്യത്തിന്റെ ശരീരത്തിൽ കൽപ്പൂരം വെതരൽ സുന്നത്താണ്. അതാ ഒന്നുകൂടി മയ്യത്തിന്റെ ശരീരം കുറെ കാലം നശിക്കാതെ, പ്രാണികൾ അടുക്കാതെ, പുഴുക്കൾ അടുക്കാതെ കിട്ടാൻ കാരണമാകുമെന്ന് എല്ലാ മഹാന്മാരും അവരുടെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. അങ്ങനെ മയ്യത്തിന് രതിക്ക് തോർത്തി, സ്ത്രീകളാണെങ്കിൽ തലമുടി വാർന്ന് ശരിയായ രൂപത്തിൽ മുതഞ്ഞു. ഒരു പുതുനാരിയായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ലാസ്റ്റ് കുളിപ്പിക്കല്. യാഹിറത്തിലേക്ക് പ്രിയപ്പെട്ടവരെ, എന്നേക്കുമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ കാലുവെക്കാൻ പോവുകയാണ്. അങ്ങനെ തലമുടി വാഴുന്ന സമയത്ത് പല്ല് അകലമുള്ള ചൂർപ്പാവനം, കൈവിന്റെ പരമാവധി മുടി പോരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പോന്നതായ മുടി കഫൻ തുണിയിൽ തന്നെ വെക്കൽ സുന്നത്ത്, അത് കൊഴിച്ചിടല് മറമാതല് നിർബന്ധം. അതുപോലെ തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്ത സ്ത്രീകളാണെങ്കിൽ അത് തലമുടി വാഴാതിരിക്കാൻ നല്ലത്. യാദൃശികമായി മുടി കൊഴിഞ്ഞു പോയാൻ സാധ്യതയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഹജ്ജിന് ഇഹ്റാം ചെയ്ത വ്യക്തികളാകുമ്പോ ഇതൊന്നും സുന്നത്തില്ലെത്തോ, ഈ സുഗന്ധമൊന്നും ഉപയോഗിക്കരുത്. അവിടെ 2 മസ്അല ഞാൻ പ്രത്യേകം സാധാരണക്കാരെ ബോധ്യപ്പെടുത്തുകയാണ്. അതായത് ഹജ്ജിന് ഇഹ്റാം ചെയ്ത സ്ത്രീ പുരുഷന്മാരാണെങ്കിൽ എന്ത് വേണ്ട, അവരുടെ വസ്ത്രത്തിലും അവരുടെ ശരീരത്തിലും അവരെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ കൽപ്പൂരം ചോദിക്കുമല്ലോ, അതൊന്നും വേണ്ട. 1. ഇനി നോമ്പിന് മരിക്കുമ്പോ എല്ലാവരും ശ്രദ്ധിക്കണം. പല നാട്ടിലും നോമ്പിന് മരിച്ച ഫോണോട് ഫോൺ, ഉസ്താദെ നോമ്പിന് പോലെ ആരും മരിച്ചിരിക്കണ്, ചന്ദനത്തിന് പോപ്പിക്കാൻ പറ്റുമോ, കൽപ്പൂരതാൻ പറ്റുമോ, കഫൻ തുണി പോപ്പിക്കാൻ പറ്റുമോ, എല്ലാം ചെയ്യണം. നോമ്പിന് ഹജ്ജിന് ഇഹ്റാം ചെയ്ത ആളൊന്നുമല്ല, ഓൻ സാധാരണ നോമ്പിന് മരിക്കുമ്പോൾ മരിച്ചതാണ്. ആ വ്യക്തിയുടെ കഫൻ തുണിയിലും വെള്ളത്തിലും എല്ലാം വസ്ത്രത്തിലും അതേപോലെ തന്നെ സുഗന്ധം, കൽപ്പൂരം പുകപ്പിക്കുക എല്ലാം സുന്നത്താ. അത് മയ്യത്തിന്റെ ഹക്കാണ്. പിന്നെ റമളാൻ മാസത്തിൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, അതൊക്കെ ജീവിച്ചിരിക്കുന്നവരുടെ മസ്അലയാണ്. മയ്യത്തിന്റെ അതുമായി ബന്ധമില്ല. അങ്ങനെ മയ്യത്തിന്റെ ശരീരത്തിലൊക്കെയും എന്താക്കി കൽപ്പൂരക്കെല്ലോത്തിട്ട് എന്താക്കുക, മയ്യത്തിന്റെ മുൻദ്വാരവും പിൻദ്വാരവും നമ്മൾ മറച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ, കാരണം അത് ഒഴിവാക്കിയതില്ലല്ലോ. എന്താക്കുക, നല്ല ശ്രദ്ധിക്കുക. മയ്യത്ത് കുളിപ്പിച്ച കട്ടിലിൽ വെച്ച് കഫൻ ചെയ്യാൻ സാധിക്കൂല,
അല്ലെങ്കിൽ അതിന് വെയ്ക്കൂല എന്ന് പറയുന്ന ഒരുപാട് നാട്ടുകാരുണ്ട്. അവരോട് ഞാൻ പറയുന്നു, ഇതറിയാത്തതിന്റെ പേരിൽ ഈ മയ്യത്തിനെ ഡൈനിങ് ഹാളിലേക്ക് മാറ്റിക്കിടത്തി കുളിപ്പിച്ച സ്ഥലത്ത് നിന്ന് പുറത്തിലൂടെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിന്റെ ശരീരം മറ്റുള്ളവർ കാണാൻ കാരണക്കാര് ഇത് കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ അവര് കൂടി ഈ വിഷയത്തിന് ഉത്തരവാദികളാണ് എന്ന ബോധം ഞാൻ ആദ്യമായി ഉണർത്തി എന്ത് ചെയ്യുക, ആ മയ്യത്തിന് രതിക്ക് തോർത്തി ഒന്ന് ചെരിച്ചും മരിച്ചൊക്കെ കിടത്തി തോർത്തേണ്ടി വരും. തോർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ കുളിപ്പിച്ച കത്തിലിൽ വെള്ളമുണ്ടാവും അല്ലെ, സ്വാഭാവികമായും വെള്ളമുണ്ടാവും. മയ്യത്തിനെ 2-3 ആള് 2 സൈഡിൽ നിന്ന് ഈ 2 ആള് കൂടി താങ്ങി. അപ്പൊ ചിലപ്പോ ഒന്നിലധികം ആൾക്കാരെ വിളിക്കേണ്ടി വരും. കുളിപ്പിക്കാൻ 3 ആളെ ആവശ്യം ഉണ്ടാവുള്ളൂ. ചിലപ്പം കഫൻ ചെയ്യണമെങ്കിൽ മയ്യത്തിനെ താങ്ങേണ്ടി വന്നാൽ ചിലപ്പം ഭാരം കൂടിയ മയ്യത്താൻ. പലവരും സാധുവായി എന്നോട് ചോദിച്ചു, എന്താ ഉസ്താദെ ഇങ്ങനെ ക്ഷീണിച്ചു പോകുന്നതെന്ന്. ഞാൻ അവരോടൊക്കെയും പറയല്, കുളിപ്പിക്കാനുള്ള സൗകര്യത്തിന് തടി പാകാക്കി കൊണ്ടുവരികയാണ് എന്നാണ്. ചിലരിങ്ങനെ ഇപ്പൊ ഷിഹാബ് സവാമക്കിനെ തടി വക്കാല മരുന്ന് പറഞ്ഞു കൊടുക്കും. അല്ല, തടി പച്ച കുറച്ചാൽ കുളിപ്പിക്കുന്നവർക്കും ഖബറിലേക്കും മയ്യത്തിറക്കുന്നവർക്കൊക്കെ വലിയ സൗകര്യമായിരിക്കും. ഒരു പനിയില്ല, ഒറ്റ കയ്യും അങ്ങനത്തെ പൊന്തിയിലെ അബുദയ്യാന്ന് പറയും. ഏതോ ഇരിക്കത്തെ 2 ഭാഗത്ത് നിന്നും മയ്യത്തിനെ മെല്ലെ അത് പൊന്തിച്ചു. എന്നിട്ട് ആ കത്തിൽ രതിക്കത് തുടച്ചു. ഈ സമയത്ത് എന്ത് ചെയ്യുക, പുറത്ത് നമ്മള് ആ പായയില് പായ 2 ഭാഗത്തേക്കും ആയി ചുരുത്തി കഫൻ തുണി ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഒരാള് നേരെ ഈ കഫൻ തുണി 2 സൈഡിൽ ഈ 2 ആളിൽ നിന്ന് മയ്യത്തിനെ പൊന്തിച്ചാൽ അതിന്റെ ഇടയിൽ കേപ്പേക്കാലല്ലോ, ഒരു പാലം മോഡലായി വരുമല്ലോ. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയാത്തോ. ഈ മയ്യത്തിനത് പൊന്തിച്ച കത്തിലും മയ്യത്തിന്റെ പൊന്തിയ ഏതെങ്കിലും ഒരു കേപ്പ് വരും. ഈ കേപ്പിലേക്ക് ഈ പായ എന്ത് വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളാ നീരാതിരിക്കാൻ വേണ്ടി കെട്ടിയ കെട്ടില്ലേ, അതെന്ത് കഴിക്കുക. അത് കഴിച്ചാൽ ഈ പായി 2 സൈഡും നീർന്നു വരും. മനസ്സിലായി? അൽഹംദുലില്ലാഹ്, ഒരാൾക്കെങ്കിലും മനസ്സിലായല്ലോ. ആ മയ്യത്തിനെ നേരെ അതിലത് വെക്കുക. ഇനി നമ്മൾ കഫൻ ചെയ്യുക. എത്ര സുഖ. ഇത് പറയുമ്പോ പണ്ട് അമ്മായിമ്മ മരുവളോട് പറഞ്ഞ മാതിരിക്കാവും. പറയുമ്പോ തോന്നുന്നത് ഭയങ്കര പനിയാണ്, അത് നടക്കൂലാണ്. പണ്ട് അമ്മായിമ്മ പറഞ്ഞു, ഓലെന്ത് പനിയെടുക്കണ്, ഞാൻ നേരം വെളുത്ത് നീച്ച് പായി നീച്ച് മോരകി പല്ലേച്ച് ഞാൻ മൂത്രയിച്ച് കഴുകി എന്താണ് ഒലുണ്ടാക്കി വള്ളം കോരി അതമായി തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചു, തെയ്യ് പൂത്തി ചായ ഉണ്ടാക്കി പഞ്ചസാരത്തു പാപ്പാക്ക് കൊടുത്തു. ഓലെന്ത് പനിയെത്തല്, ഓല 5,000 നെല്ലുത്തിങ്ങാതി പീങ്ങി ഓലെന്ത് പനിയെ ഓല് കാറ്റിയത് നോക്കിങ്ങൾ. ഇപ്പൊ അമ്മായിമ്മ കാറ്റിയത് 1 ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കിയത് ഭയങ്കര പനിയായി തോന്നി. പക്ഷെ മരുവോല് കാറ്റിയത് ഒരു 5,000 നെല്ലുത്തിങ്ങാന്തി പീങ്ങി ഉണക്കി, വേറെ എന്തേ ഓല് കാറ്റിയത് നോക്കി. അപ്പൊ ഇത് പറയുമ്പോ തോന്നുന്നത് ഭയങ്കര പ്രയാസം. ഒരു പ്രയാസം ഇല്ല. ഇതിപ്പോ മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വിശദീകരിച്ചെന്നുള്ളൂ. ആ മയ്യത്തിനെ പൊന്തിച്ചു, നേരെ ഈ പായി കത്തുമ്മക്കാൻ എതേക്കൂടെ അത് വെച്ചു കൊടുത്തു. ആ കത്തണ്ട് അയച്ചാൽ ഈ പായി അടക്കം 3 കഫൻ തുന്നി നൂന്ന് വരും. അത് നമ്മൾ ലങ്കോട്ടി, നമ്മുടെ ഈ മുന്തുവാരവും ബിന്ദുവാരവും കത്തേണ്ട ലങ്കോട്ടി അതിന്റെ സെന്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ മയ്യത്തിന്റെ ഊര ആ ചന്തി അതിലേക്കത് ഇറങ്ങിയിരിക്കും. നേരെ അങ്ങോട്ട് ഇറങ്ങിയിരിക്കും. എന്നിട്ട് നമ്മൾ എന്താക്കുക, ഇനി കഫൻ ചെയ്യാൻ തുടങ്ങുക. അതൊക്കെ ഇനി ഇപ്പൊ നമ്മൾ മയ്യത്തെവരെത്തി, കഫൻ തുണിയിലെത്തി. ഇനിയിപ്പോ അത് കഫൻ ചെയ്യാൻ നിന്നാൽ ശരിയായ ഒരു 1/2 മണിക്കൂറെങ്കിലും വേണം സാധാരണക്കാർ. കാരണം തല വെക്കുന്ന രൂപം, കൈ വെക്കുന്ന രൂപം ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെയും നടക്കുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങൾ കഫൻ ചെയ്യുന്നിടത്തുള്ള തെറ്റായ ധാരണകളുണ്ട്. ഇപ്പൊ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്, കൊലിപ്പിച്ച കത്തിലിൽ വെച്ച് തന്നെ മയ്യത്ത് പൊന്തി കഫൻ ചെയ്യാനുള്ള പായയും തുണിയും കത്തിലിൽ നിവർന്ന് കിടക്കുകയാണ്. മയ്യത്ത് അതിലേക്ക് വെച്ചു. ഇനി ലങ്കോട്ടി കത്തലും അത് പഞ്ഞി വെക്കുക. അതുപോലെ തന്നെ മയ്യത്തിന്റെ മുഖം ഏത് ഭാഗത്തേക്കാണ് കഫൻ തുണിയിൽ വെക്കേണ്ടത്, മയ്യത്തിന്റെ 2 കൈ നീർത്തി വെക്കണോ, നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലും പോലെ എന്നോ, എല്ലാം കഴിഞ്ഞു അല്ലെ. കുലി കഴിഞ്ഞല്ലോ, കഴിഞ്ഞു അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ശരിയായ രൂപത്തിൽ ഇനിയിപ്പോ പോയാൽ കൊരയ്ക്കും വരും. ഇനി ഞാൻ ക്ലാസ് തുടർന്നാൽ കൊരയ്ക്കും വരും. ഏകദേശം 11:30 മണി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മുടെ സ്ത്രീകളുടെ ക്ലാസ് നടന്നിട്ടില്ല, പ്രത്യേകമായ ക്ലാസ്. നാളെയും കൂടി ഇൻഷാ അല്ലാഹ് നമുക്കിങ്ങനെ കുലിപ്പിച്ച് പിന്നെ നിസ്കാരത്തിന്റെ ഒക്കെ മസാലകൾ അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതേമാതിരി ഖബറടക്കം വളരെ വ്യക്തമായി
നമ്മളെ KMIC ഇൽമുണ്ട്, നമ്മളെ അഷ്റഫ് ബത്തേരിയൊക്കെയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പള്ളിക്കൊക്കെ ഞങ്ങൾ ഇന്ന് ഖബറടക്കുമ്പോൾ ഞങ്ങളത് ശ്രദ്ധിക്കും. കാരണം നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മയ്യത്തും കിബിലക്കാവാതെ കിടക്കൂലെ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ, ഞാൻ ക്ലാസ് റൂമിലുള്ള മുഴുവൻ പ്രവർത്തകർ ശ്രോതാക്കളുടെ സന്തോഷത്തിൽ നമ്മുടെ ഈ ഒരു ക്ലാസ്സോടുകൂടെ പല മഹല്ലത്തിലും ഈ ഒരു വിഷയത്തിലൊരു മാറ്റം വന്നു കഴിഞ്ഞു. പലവരും ഇനി മരിച്ചാൽ ഞങ്ങൾ വരുത്തും എന്നും പറഞ്ഞവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും കേട്ട് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് ഞാൻ പല ആൾക്കാർക്കിട്ടോ ആരും എന്നോടൊന്നും വിചാരിക്കരുത്. പലവരും ചില വ്യക്തികൾക്ക് ഇങ്ങനെ ആവർത്തനം വരുന്നുണ്ട്. നമ്മളൊരുപാട് എട്ടും പൊത്തും തിരിയാത്ത ഈ വിഷയവുമായി യാതൊരു ബന്ധമില്ലാത്ത എത്രയോ റേഡിയോ ശ്രോതാക്കള് അവർ പലപ്പോഴും സാധുവായി എന്നെ വിളിച്ചു പറയുന്ന ഒരു സന്തോഷം പറയാൻ, ഉസ്താദ് ആ ക്ലാസ് അങ്ങനെ അത് വിശദീകരിച്ചപ്പോ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയ രൂപത്തിലായി, എല്ലാ സംശയവും തീർന്നു. അതല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മളിപ്പോ ഒരു സീഡി ഇറക്കാനുള്ള വാഴലല്ല, അല്ലെങ്കിൽ ഇതൊരു വിൽക്കാനുള്ള സീഡി ആക്കാനുള്ള പരിപാടി ഒന്നുമല്ല. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ക്ലാസ് റൂമിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇതിന് പ്രവർത്തിച്ചതിന്റെ പേരിൽ അവനവന്റെ മഹല്ലത്തില് അവനവന്റെ കുടുംബത്തില് എന്തെങ്കിലൊക്കെ ഉപകാരം കിട്ടണം. നേരെ മറിച്ചപ്പോ നമ്മളിപ്പോ ഒരു സീഡി ഇറക്കാനുള്ള രൂപത്തിലേക്കും പറയാൻ നിൽക്കുകയാണെങ്കിൽ അതിലെ സാഹിത്യത്തിലേക്കും പറയാൻ എന്നെ കൊണ്ട് വയ്ക്കും, എല്ലാം വയ്ക്കും. ഞാൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യം ഒന്നുമില്ല. നിങ്ങൾക്കോന അപ്പൊ നമുക്ക് സാഹിത്യം തിരിയിലാണ്. പക്ഷെ നമ്മൾ സാഹിത്യത്തിലേക്ക് വിഷയം കടന്നാൽ സാധാരണക്കാർക്ക് മസല തിരിയാതെ പോകും. അപ്പൊ ചില മസാലകളൊക്കെ സാധാരണക്കാർക്കാൻ തിരിയാന് നാടൻ ശൈലിയിലാണ് പറയേണ്ടി വരും. അല്ലാതെ ഇപ്പൊ സാഹിത്യം അറിയാണിച്ചൊന്നുമല്ല, വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. എന്നുവെച്ചാ വിചാരിച്ച ആനനും വെക്കും, അത്രേ ഉള്ളൂ. അള്ളാഹു അതിനുള്ള ധൈര്യമൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുറച്ചൊക്കെ സാഹിത്യത്തിലും വിദ്യാഭ്യാസ സമ്പന്നതയ്ക്കായ ഒരുപാട് ആളുകൾ ക്ലാസ് റൂമിലുണ്ട്. അവരെ പരിഗണിച്ചൊരു ക്ലാസ് എടുക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഒരുപാട് സാധാരണക്കാരുള്ള ബന്ധം അവർക്ക് ഒരു ഉപകാരം കിട്ടാതെ പോകും. അപ്പൊ ആ ഒരു ശൈലിയിലേക്ക് ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വന്നുപോയതിൽ ആർക്കെങ്കിലും ഒരു അലോസര അല്ലെങ്കിൽ ഒരു അലർജിയോ തോന്നുന്നുണ്ടെങ്കിൽ തൽക്കാലം അവർ ക്ഷമിക്കുകയല്ലാതെ എന്റെ ശൈലി മാറ്റാൻ ഞാൻ ഏതായാലും തീരുമാനിച്ചിട്ടില്ല എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അല്ലാഹു തആല ഇതൊക്കെയും റെക്കോർഡ് ചെയ്ത് പല സാധാരണക്കാരിലേക്കും എത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകർ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. അവർക്കൊക്കെയും അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ എത്ര നിങ്ങൾ വിചാരിച്ചിന്. ഇപ്പൊ നാളെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഗുജറാത്ത് ഇന്ത്യൻ പട്ടാള ക്യാമ്പിലിരുന്ന്, അത് KMIC ഒരു പ്രത്യേകതയാണ്. ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ അമ്മാബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, ഞാൻ ഇടയ്ക്ക് പറയുന്ന കാര്യം, ഇന്ത്യൻ പട്ടാള ക്യാമ്പിൽ പല്ല് നിർമ്മിച്ച് നിസ്കാരം തുടങ്ങിയ ഒരു വിഷയം. അത് പട്ടാള ക്യാമ്പിൽ നമ്മുടെ ദ്വീപിലുള്ള സയ്യിദ് മുഹമ്മദ് കോയ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് വിളിച്ചിരുന്നു. നാളെ അദ്ദേഹം കോഴിക്കോട് വരുന്നുണ്ട്, എന്തായാലും ഉസ്താദിനെ എനിക്കൊന്ന് കാണണമെന്ന്. അദ്ദേഹം പറഞ്ഞു, ഒരുപാട് നമ്മളെ KMIC മസല കേട്ടിട്ട് ഗുജറാത്തിലെ പട്ടാള ക്യാമ്പിലുള്ള മുസ്ലിമീങ്ങളുടെ നിസ്കാരം, അവരിക്കൊല്ലം തറാവീഹ് നിസ്കാരം ആ ഒരു പ്രത്യേകമായ സ്ഥലത്ത് കാൽപ്പറ്റ് ഒത്തിച്ച് പള്ളിയായി വഖഫ് ചെയ്ത്, ഞങ്ങള് പട്ടാള ക്യാമ്പിൽ ഞങ്ങൾക്കൊന്നും പള്ളിക്ക് നിസ്കരിച്ച കൂലി കിട്ടാറില്ല. പക്ഷെ ഉസ്താദ് ആ മസ്അല പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അത് ചെയ്ത് ഇക്കൊല്ലത്തെ റമളാനിൽ ഞങ്ങൾ പള്ളിയിൽ ഇഅ്തികാഫിരുന്നു. അല്ലേ, അത് അദ്ദേഹം നാളെ കാണാൻ വരുന്നുണ്ട്. അല്ലാഹു തആല ഞാൻ പറഞ്ഞു, അപ്പൊ എന്റെ ഭാര്യ ഒന്ന് പട്ടാളക്കാരാന്ന് വെച്ചാൽ ജയിച്ചിട്ട് ബേജാറാകുന്നു. ഇപ്പൊ നമ്മളെ പൊരിക്കാൻ വരികയല്ലോ, നമ്മളെ കാണാൻ വരികയാണ് നോക്കിയാൽ. അപ്പൊ ഞാൻ എന്താ പറയുന്നത്, അവർക്കൊക്കെ ഒരു ഉപകാരം. കാരണം അവർക്ക് നല്ല വിദ്യാഭ്യാസ സമ്പന്നരാണ്. പക്ഷെ അവർക്കൊന്നും ദീനിയായ മസ്അലനെ പറ്റി ഒരു പൊതുത്തില്ല. പ്രത്യേകിച്ച് ഗുജറാത്തിലൊക്കെ ഒരു അവസ്ഥ നമുക്കറിയില്ലേ. ഒരു കുറെ വിദ്യാഭ്യാസം പഠിച്ച് വലിയ ഉദ്യോഗസ്ഥന്മാരായി, ദീനിയായിട്ടുള്ള ബന്ധങ്ങൾ കുറവാ. പക്ഷെ നമ്മൾ നല്ല നാടൻ ശൈലിയിൽ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അവർക്ക് ഉപകാരം ചെയ്യുന്നത്. തൈബ മൻസിൽ ഉസ്താദ് ക്ലാസിന്റെ ദിവസമാണ്, ഞാൻ കുറെ മുൻകൂട്ടി പരസ്യം ചെയ്തതാണ്. 11 മണിക്ക് പരസ്യം നടത്തിയിട്ടുണ്ട്. ക്ലാസിന്റെ ഉസ്താദുമാർ എന്തെങ്കിലും അറിയിക്കണം, ആരും കണ്ടില്ല.
പണ്ട് ഓട്ടോറിക്ഷ തള്ള പറഞ്ഞ മാതിരി 3 ചക്രമുള്ളത് ഞാനും നോക്കിയില്ല, ദൈവവും പറഞ്ഞില്ല, വിളിച്ചാൻ പറഞ്ഞ അച്ഛനും പറഞ്ഞില്ല. അപ്പൊ ആരും ആ വിവരം അറിയിച്ചില്ല. വന്നിട്ട് ഏതായാലും മൈക്കവിടുന്നു. അതുകൊണ്ട് ആവർത്തനമൊക്കെ ആർക്കെങ്കിലും ഒരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ തൽക്കാലം സാധാരണക്കാർക്ക് വേണ്ടി എല്ലാവരും അത് ക്ഷമിക്കണമെന്ന് ഉണർത്തി കഫൻ തുണി നമ്മൾ ശരിയാക്കി മയ്യത്ത് കഫൻ തുണിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ചിറ്റേണ്ട താമസമുള്ളൂ നമുക്ക്. അല്ലാഹു തആല ദീർഘകാലം നമുക്ക് ഈ ഇൽമുക്കും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ആഫിയത്തും ആയുസ്സും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.